വലിയവനായ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വീണ്ടും നമ്മുടെ പ്രതിമാസ ധ്യാനത്തിൽ ഒന്നിച്ച് കൂടുവാൻ ദൈവം ഭാഗ്യം നൽകി. എപ്പോഴും പറയുന്നത് പോലെ ദൈവവചനവുമായിട്ടുള്ള നമ്മുടെ ബന്ധം നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കി വേണം നമ്മൾ വചന ധ്യാനത്തിന് ഇരിക്കാൻ. ഇത് ബൈബിൾ സ്റ്റഡി എന്ന് ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇത് ബൈബിൾ സ്റ്റഡി അല്ല, അല്ലേ? ബൈബിൾ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഒന്നാമത് ജിനു ബ്രദറിൻ്റെ വീട്ടിൽ കൂടിയപ്പോൾ ചിന്തിച്ചതുപോലെ വചനം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കണം, അല്ലേ? അതുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ധ്യാനമാണ് ഇത്, അല്ലേ? ദൈവവചനം പറയുന്നു, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു, അല്ലേ? യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമുള്ളവ, അല്ലേ? അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞ നേരുള്ളത്, അത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭയം നിർമ്മലമായത്, അഥവാ എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമുള്ളവ, അവ ഒട്ടൊഴിയാതെ ന്യായമായത്, അല്ലേ? അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻ കട്ടയിലും മാധുര്യമുള്ളവ, അടിയനും അതിനാൽ പ്രബോധനം ലഭിക്കുന്നു. അവ പ്രമാണിക്കുന്നതിൽ വലിയ പ്രതിഫലമുണ്ട്. തങ്ങളുടെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ. സ്വമേധ പാപങ്ങൾ അകറ്റി എന്നെ കാക്കേണമേ, അല്ലേ? അവയൊന്നും എൻ്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനും ആയിരിക്കും. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനങ്ങളും നിനക്ക് പ്രസാദമുള്ളവയായിരിക്കട്ടെ, അല്ലേ? 19-ാം സങ്കീർത്തനം 7 മുതലുള്ള വാക്യങ്ങളാണ് ഈ വായിച്ചത്. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ദൈവവചനം അതിൻ്റെ ഗുണഗണങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉളവാക്കുന്നതായിരിക്കും, അല്ലേ? യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളതായതുകൊണ്ടാണ് അത് പ്രാണനെ തണുപ്പിക്കുന്നത്, അല്ലേ? അത് നേരുള്ളതായതുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഹൃദയത്തിൽ സന്തോഷം നൽകുന്നത്, അല്ലേ? അത് വിശ്വാസ്യമുള്ളതായതുകൊണ്ട്, അത് സത്യമായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അത് നമ്മുടെ അല്പബുദ്ധിയെ ജ്ഞാനത്തിലേക്ക് നമ്മളെ രൂപാന്തരപ്പെടുന്നു. അങ്ങനെ ഓരോരോ കാര്യങ്ങളും പറഞ്ഞ് അവിടെ പറഞ്ഞിരിക്കുകയാണ്. പാപങ്ങൾ എൻ്റെ മേൽ വാഴാതിരിക്കുവാൻ എന്നെ വിടുവിച്ചു തരുന്ന, എൻ്റെ മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ എനിക്ക് കാണിച്ചു തരുന്നതാണ് ദൈവവചനം. അങ്ങനെ അവസാനം എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ എല്ലാ ചിന്തകളും ധ്യാനങ്ങളും കർത്താവിന് പ്രസാദകരമായിട്ട് മാറുവാൻ എന്നെ രൂപാന്തരപ്പെടുത്തുന്നതാണ് ദൈവവചനം. അപ്പോൾ നമ്മൾ ദൈവവചനം കൂടുതൽ കൂടുതൽ പഠിക്കും തോറും നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കണം. സംഭവിച്ച് നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനം പൊന്നിനേക്കാളും വളരെ തങ്കത്തിനേക്കാളും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻ കട്ടിയിലും മാധുര്യമുള്ളവ എന്ന് നമ്മൾ സ്വമേധ പറയണം. ദൈവവചനം അത്ര നമ്മുടെ പ്രിയപ്പെട്ടതായി, അല്ലേ? അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ, അതോ നമ്മൾ വെറുതെ അറിവിങ്ങനെ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണോ? നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ പരീശന്മാരെ പോലെ നമ്മൾ വചനം പഠിക്കാൻ പാടില്ല. പകരം എന്ത് ചെയ്യണം? എപ്പോഴും പ്രാർത്ഥിക്കണം, കർത്താവേ, വചനം കൂടുതൽ പഠിക്കും തോറും എൻ്റെ ഉള്ളത്തിൽ രൂപാന്തരം സംഭവിക്കണമേ. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും വചനവുമായിട്ട് ഇടപെടുമ്പോൾ എന്തു പ്രാർത്ഥിക്കണം? മാനസാന്തരം എനിക്ക് നൽകണമേ കർത്താവേ, അല്ലേ? എൻ്റെ തെറ്റുകളെ കാണിച്ചു തരണമേ, അതിൽ നിന്ന് പോക്കണമെന്നൊക്കെ പറഞ്ഞാൽ അത് മാനസാന്തരം ഉണ്ടല്ലേ വചനത്താൽ അത് സംഭവിക്കുകയുള്ളൂ. അതോടൊപ്പം നമ്മൾ കർത്താവിലേക്ക് മടങ്ങി വന്ന് അവനോട് വിധേയത്വമുള്ള, അനുസരണമുള്ളൊരു ജീവിതം നയിച്ചാലേ ഈ ഇപ്പോൾ കേട്ട അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് അത് ആദ്യമേ ഒന്നുകൂടെ പറയുകയാണ്, വചനധ്യാനത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ നിലപാട് എന്താണെന്ന് നമ്മളൊന്ന് ശോധന ചെയ്യണം. എന്തിനായി കടന്നു വന്നിരിക്കുന്നത്? എപ്പോഴും ചോദിക്കണം, എന്തിനാണ് ഞാൻ വചനം രാവിലെ തുറന്ന് വായിക്കുന്നത്? എന്തിനാണ് ഇപ്പോൾ നമ്മൾ ഈ പ്രതിമാസ ധ്യാനത്തിന് കടന്നു വന്നിരിക്കുന്നത്? ചുമ്മാ കുറേ അറിവ് പ്രാപിക്കാനാണോ, അതോ രൂപാന്തരം പ്രാപിക്കാനാണോ? ശരി,
അപ്പോൾ ആ ഒരു പ്രാർത്ഥനയോടെ എല്ലാവരും ആയിരിക്കുക. എനിക്ക് മാനസാന്തരം നൽകണം, രൂപാന്തരം നൽകണം, കർത്താവിനോട് കൂടുതൽ അടുക്കുവാൻ, അവനോട് അടിമപ്പെടുവാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് വചനത്താൽ ക്രിയ ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് എല്ലാവർക്കും ആയിരിക്കാം. വായിച്ച് കേൾപ്പിച്ചതുപോലെ എബ്രായർ 6-ാമത്തെ അധ്യായത്തിലെ പറഞ്ഞിരിക്കുന്ന അടിസ്ഥാന ഉപദേശങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു, അവിടെ നമ്മൾ വായിച്ചത് സ്നാനങ്ങൾ അല്ലേ. ഇപ്പോഴേ നമ്മൾ പറഞ്ഞു അത് ബഹുവചനമാണ്. ഒന്നിക്കൂടുതൽ സ്നാനങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തട്ടിലുണ്ട് അല്ലേ, അടിസ്ഥാനത്തിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെള്ളത്താലുള്ള സ്നാനം കണ്ടു, ജലസ്നാനം കണ്ടു. അത് കർത്താവുമായിട്ട് ഏകീഭവിച്ച് അല്ലേ, അവൻ്റെ മരണപുനരുദ്ധാരണത്തോട് ഞാൻ ഏകീഭവിച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് എനിക്ക് എൻ്റെ ക്രിസ്തീയ ജീവിതം തുടങ്ങുവാനുള്ള ഒരു അടക്ക ശുശ്രൂഷയും ഒരു കഴുകൽ ശുശ്രൂഷയുമാണ് അല്ലേ, ഒരു ബറിയൽ ആൻഡ് ബാത്ത് അല്ലേ, ഒരു കുഴിച്ചിടലും ഒരു കുളിയുമായിരുന്നു നമ്മുടെ ജലസ്നാനം. അപ്പോൾ അങ്ങനെ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചു അല്ലേ. ഇനി ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ രണ്ടാമത്തെ സ്നാനത്തിൻ്റെ വിഷയം, അതാണ് ആത്മസ്നാനം അല്ലേ, പരിശുദ്ധാത്മസ്നാനം എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചൊരു പഠന പരമ്പര തന്നെ നടത്തിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ നമ്മൾ നോക്കാൻ പോകുന്നില്ല. പക്ഷേ ചില കാതലായ കാര്യങ്ങൾ നമ്മളൊന്ന് റിവ്യൂ ചെയ്തേച്ച് ഒന്ന് ഓടിച്ചതെല്ലാം ഒന്ന് നോക്കിയേച്ച് നമുക്ക് നമ്മുടെ ജീവിതവുമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ശോധന ചെയ്യണം. പിന്നെ നിങ്ങളൊക്കെ ലീഡേഴ്സാണ്, അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരുപാട് പേര് നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളത് പറയാനുള്ള പ്രാപ്തിയുള്ളവരായിരിക്കണം. അതുകൊണ്ട് തന്നെ അടിസ്ഥാനം ഒന്നുകൂടെ നമ്മളൊന്ന് നിരീക്ഷിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, എന്താണ് ഈ സ്നാനം അല്ലേ? സ്നാനങ്ങൾ എന്ന് എബ്രായറിൽ ലേഖനകർത്താവ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ 2 സ്നാനമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലുള്ളത്. ഒന്ന് ജലസ്നാനം, രണ്ടാമത്തേത് ആത്മസ്നാനം. അപ്പോൾ എന്താണ് ഈ ആത്മസ്നാനം? അപ്പോൾ ഞാനൊരു ആദ്യമേ അതിൻ്റെ ഉത്തരം അങ്ങ് പറഞ്ഞു തരുന്നതിന് പകരം തിരുവെഴുത്തുകൾ പരിശോധിച്ച് നിരീക്ഷിച്ച് നമുക്ക് അതിൻ്റെ ഉത്തരം ഒന്ന് കണ്ടെത്താം. ഇംഗ്ലീഷിൽ പറയും ഇൻഡക്റ്റീവ് ബൈബിൾ സ്റ്റഡി. എല്ലാവരും കേട്ടിട്ടുണ്ടോ അത്? ഇൻഡക്റ്റീവ് ബൈബിൾ സ്റ്റഡി എന്നുള്ളൊരു അപ്രോച്ചിൽ നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പോൾ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾക്ക് അറിയാവുന്നതുമാണ്. പുതിയ നിയമം തുടങ്ങുമ്പോൾ ആദ്യത്തെ 5 പുസ്തകങ്ങളും തുടങ്ങുന്നത് ഒരേ കാര്യം പറഞ്ഞുകൊണ്ടാണ്. യോഹന്നാൻ സ്നാപകൻ്റെ സാക്ഷ്യം, ഞാൻ വെള്ളത്താൽ നിങ്ങളെ സ്നാനപ്പെടുത്തുന്നു, എന്നാൽ ഒരുവൻ വരുന്നുണ്ട്, അവൻ്റെ ഏറ്റവും വലിയ സവിശേഷത അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തും. വാക്യങ്ങളൊന്നും നമ്മളെടുത്ത് വായിക്കുന്നില്ല, പക്ഷേ മത്തായും മർക്കോസും ലൂക്കോസും യോഹന്നാനും അപ്പോസ്തല പ്രവൃത്തികളും 5 പുസ്തകങ്ങളും തുടങ്ങുന്നത് ഇത് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ സ്നാപകൻ ഒരു പ്രാവശ്യമേ പറയുന്നുള്ളൂ, കർത്താവ് ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്, ലോകത്തിൻ്റെ പാപം ചുമക്കാമെന്നവനാണ്. ഒരേ ഒരു പ്രാവശ്യം. 2 പ്രാവശ്യം അവൻ കുഞ്ഞാടാണെന്ന് പറയുന്നുണ്ട്, ഒരു പ്രാവശ്യമേ അവൻ പാപം ചുമക്കുന്നവനാണെന്ന് പറയുന്നുള്ളൂ. പക്ഷേ പുതിയ നിയമത്തിൽ 5 പ്രാവശ്യം, 5 അല്ല അതിൽ കൂടുതലുണ്ട്, പക്ഷേ 5 പുസ്തകങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ പറയുകയാണ് കർത്താവിൻ്റെ മശീഹായുടെ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ സവിശേഷത അല്ലേ, ഡിസ്റ്റിങ്ക്റ്റീവ് ഓഫ് ദ മിനിസ്ട്രി ഓഫ് മെസ്സായ എന്താണ്? അവൻ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ സ്നാനം കഴിപ്പിക്കും. സ്നാനം കഴിപ്പിക്കുന്നവൻ യേശു ക്രിസ്തുവാണ്, അല്ലാതെ വേറെ പാസ്റ്റർമാരോ വേറെ ആരുമല്ല. സ്നാനം പരിശുദ്ധാത്മാവെന്ന ദാനം നമുക്ക് നൽകുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പക്ഷേ ഇത് നമ്മൾ പറഞ്ഞു കേൾക്കാറില്ല അല്ലേ. ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന കുഞ്ഞാടെന്ന് നമ്മൾ 100,000 പ്രാവശ്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു പ്രാവശ്യം കേട്ടെങ്കിലായി കർത്താവ് ഒരു സ്നാപകനാണെന്ന് അല്ലേ. നമുക്ക് വേറൊരു സ്നാപകനെ അറിയാവുള്ളൂ, അനദർ ബാപ്റ്റിസ്റ്റ് അല്ലേ. ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ കുറിച്ചേ അറിയാവുള്ളൂ അല്ലേ. പണ്ടൊരിക്കൽ ഒരു പ്രസംഗം പറഞ്ഞു, ജോൺ ദ ബാപ്റ്റിസ്റ്റ് വാസ് എ പെന്റിക്കോസ്റ്റൽ പ്രീച്ചർ അല്ലേ. കാരണം പുള്ളിയാണ് ആദ്യമായിട്ട് ആത്മസ്നാനത്തെക്കുറിച്ച് പ്രസംഗിച്ചത് അല്ലേ. അപ്പോൾ ഈ ബാപ്റ്റിസ്റ്റ് ഡിനോമിനേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറിയാം, അവരത് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് വാസ് എ പെന്റിക്കോസ്റ്റൽ പ്രീച്ചർ. പക്ഷേ ദർ ഈസ് അനദർ ബാപ്റ്റിസ്റ്റ് അല്ലേ, വേറൊരു സ്നാപകനുണ്ട്, അതാണ് യേശു ക്രിസ്തു. ആത്മാവിൻ്റെ സ്നാനം കഴിപ്പിക്കുന്ന സ്നാപകൻ യേശു ക്രിസ്തുവാണ്. അപ്പോൾ ഒരു ചോദ്യം, ഈ യേശു ക്രിസ്തു ആരെങ്കിലും സ്നാനം കഴിപ്പിച്ചോ? അപ്പോൾ നമ്മൾ സുവിശേഷങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ കർത്താവ് ഒരിടത്തും ആരെയും സ്നാനം കഴിപ്പിക്കുന്നില്ല തൻ്റെ ഭൗമിക ശുശ്രൂഷയിൽ അല്ലേ. പലയിടത്തും കർത്താവ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ഊന്നി പറയുന്നുണ്ട്. യോഹന്നാൻ 7 എടുക്കണ്ട, 7:37 മുതൽ 39 വരെ നമുക്കറിയാം. ഉത്സവത്തിൻ്റെ അവസാന നാൾ ആലയത്തിൻ്റെ മുമ്പിൽ പോയിട്ട് കർത്താവ് എന്ത് പറഞ്ഞു? ദാഹിക്കുന്നവനല്ല എൻ്റെ അടുക്കൽ വാ, ജീവജല നദികൾ നിങ്ങളുടെ ഉള്ളത്തിൽ നിന്ന് ഒഴുകുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് എന്ത് തരാമെന്നാണ് പറഞ്ഞേ?
വെള്ളം തരാമെന്നല്ലേ. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ യോഹന്നാൻ എഴുതിയിട്ടുണ്ട്, ഇത് ഇനി നൽകാനിരിക്കുന്ന ആത്മാവിനെ കുറിച്ചത്രേ എഴുതിയിരിക്കുന്നത്. കാരണം യേശു ക്രിസ്തു മഹത്വീകരിച്ചിട്ടില്ല ഇതുവരെ. അപ്പം മഹത്വീകരിച്ച് കഴിഞ്ഞേ എന്തുള്ളൂ? ആത്മസ്നാനമുള്ളൂ. അതുകൊണ്ട് തന്നെ സുവിശേഷങ്ങളിലൊന്നും ആരെയും സ്നാനപ്പെടുത്തുന്നില്ല അല്ലേ. പിന്നീട് നമ്മൾ യോഹന്നാൻ 20:22 പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിക്കുക എന്നിങ്ങനെ കർത്താവ് ഒരു കൽപ്പന കൊടുത്തിട്ട് അവരോട് ഊതുന്നുണ്ട്. പക്ഷെ അവിടെ ആരും പ്രാപിച്ചതായിട്ടൊന്നും പറയുന്നില്ല. മാത്രമല്ല അവിടെ വെറും 10 പേരെ ഉള്ളായിരുന്നു അല്ലേ. 12-ാമൻ യൂദ പോയി, 11-ാമൻ തോമാസ് വേറെ എവിടെയോ പോയിരിക്കുകയായിരുന്നു അല്ലേ. അവിടെ ഇല്ലായിരുന്നു. ഇന്ത്യക്കാരെ പോലെ മീറ്റിങ്ങിനൊന്നും സമയത്ത് വരാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സ്വീകരിച്ചോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മാത്രമല്ല ലൂക്കോസ് 24:49 കർത്താവ് പറയുന്നത്, ഉയരത്തിൽ നിന്ന് നിങ്ങൾ ശക്തി പ്രാപിക്കും വരെ നിങ്ങൾ യെരുശലേം വിട്ടു പോകരുത്. അപ്പോൾ ഈ യോഹന്നാൻ 20 കാണുന്ന സമയത്ത് അവരൊന്നും പ്രാപിച്ചിട്ടുണ്ടാവുകയില്ല. കർത്താവ് ഒരു കൽപ്പന കൊടുക്കുന്നുള്ളൂ. അപ്പോസ്തല പ്രവർത്തികൾ 1:4-5 ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവർത്തികൾ 1:4-5. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. പിതാവിന്റെ വാഗ്ദത്തത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. സ്നാനം ലഭിക്കും ഏറെ നാൾ കഴിയും മുമ്പേ. അപ്പൊ അപ്പോഴും സംഭവിച്ചിട്ടില്ല അല്ലേ. അപ്പോൾ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണത്തിൻ്റെയും സമയത്തൊന്നും ഇത് സംഭവിച്ചിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണാം. പിന്നീടാണ് ഏറെ നാൾ കഴിയാതെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 10 നാൾ കഴിഞ്ഞിട്ട് പെന്തക്കോസ്ത് നാളിലാണ് ഇത് സംഭവിച്ചത് അല്ലേ. അതുകൊണ്ട് നമ്മൾ അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം ഒന്ന് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. കുറേ വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. അപ്പോസ്തല പ്രവർത്തികൾ 2:4 വായിക്കാം. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അപ്പോൾ അവിടെ സ്നാനം എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്, നിറഞ്ഞവരായ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോസ്തല പ്രവർത്തികൾ 1:4 കണ്ടു, 4:5 കണ്ടു, നിങ്ങളെ സ്നാനം കഴിപ്പിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ പറഞ്ഞിരിക്കാൻ നിറയുന്നവരായും, ഫിൽഡ് അല്ലേ. അപ്പോൾ അത് ഒരേ വാക്ക് തന്നെയാണ്. വായിച്ചാട്ടെ. എല്ലാവരും ആത്മാവിനാൽ നിറഞ്ഞവരായി. ശരി. ഇനി 2:32 പത്രോസ് പ്രസംഗിച്ചു തുടങ്ങി. എന്താണ് ഈ സംഭവിച്ചെന്നുള്ളത് പത്രോസ് പറയാണ്. അപ്പോസ്തല പ്രവർത്തികൾ 2:32. ഈ യേശുവിനെ നിങ്ങൾ തള്ളിക്കളഞ്ഞ് ക്രൂശീകരിച്ച ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ച്, അത് നമ്മൾ സാക്ഷികൾ, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടവരാ, നമ്മൾ ദൃക്സാക്ഷികളാണ്. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തേക്ക് ആരോഹണം ചെയ്ത്, കണ്ടോ, സ്വർഗാരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി, പിതാവിൽ നിന്ന് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. നിങ്ങൾ ഈ കാണുകയും ചെയ്യുന്നത് പകർന്നു തന്നു. കണ്ടോ, അതുകൊണ്ടാണ് നേരത്തെ യോഹന്നാൻ 7 പറഞ്ഞിരുന്നത്, യേശുക്രിസ്തു മഹത്വീകരിക്കപ്പെടാതെ ആത്മാവ് കൊടുക്കപ്പെടുകയില്ല. കാരണം തൻ്റെ വീണ്ടെടുപ്പ് ശുശ്രൂഷയെല്ലാം താൻ വിജയാളിയായിട്ട് ചെയ്തു തീർത്ത് വലതുഭാഗത്ത് ചെന്നിട്ട് അവൻ കർത്താവിൽ നിന്ന് പ്രാപിച്ച് നമുക്ക് നൽകുന്നതാണ് അല്ലേ. അപ്പോൾ അത് അതിന് മുമ്പേ ക്രൂശിന് മുമ്പ് കൊടുക്കാൻ പറ്റത്തില്ല അല്ലേ. തൻ്റെ ആ ദൗത്യം പൂർത്തീകരിച്ച് പിതാവിൻ്റെ നിന്ന് പ്രാപിച്ച് അത് നമ്മുടെ മേൽ പകരുകയാണ്, സഭയുടെ മേൽ പകരുകയാണ്. അവസാനം പറഞ്ഞിരുന്നത് കണ്ടോ, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സ്നാനം എന്ന് പറയുന്നത് കാണാനും കേൾക്കാനും കഴിയുന്ന കാര്യമാണ് അല്ലേ. അല്ലാതെ അബോധ മനസ്സിൽ എപ്പോഴോ ഉറങ്ങിക്കിടന്നപ്പോൾ സംഭവിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. അത് പുതിയ നിയമത്തിൽ ഒരിടത്തും നമുക്ക് കാണാൻ കഴിയുകയില്ല. ഒരു വ്യക്തി അറിയാതെ, അയാൾ ബോധമനസ്സിൽ അറിയാതെ, കോൺഷ്യസ് അല്ലാതെ ആത്മാവ് പ്രാപിച്ചു, അങ്ങനെ ഒരു അനുഭവം ഒരിടത്തും പറഞ്ഞിട്ടില്ല അല്ലേ. എന്നാൽ വീണ്ടും ജനനം ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. ആത്മാവ് കാറ്റിനെ പോലെ ഊതി വീണ്ടും ജനനം സംഭവിക്കുന്നത് നമ്മൾ ചിലപ്പോൾ അറിയത്തുപോലുമില്ല. പക്ഷേ ഇതങ്ങനല്ല. നിങ്ങൾ കാണുകയും കേൾക്കുകയും, നിങ്ങളെന്ന് പറയുമ്പോൾ ഇത് പ്രാപിച്ചവരും ഇത് കാണാൻ വന്നവരും രണ്ടുപേർക്കും കാണാനും കേൾക്കാനും കഴിയുന്ന ഒരു അനുഭവമാണ് അല്ലേ. 2:38-39 പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അപ്പോൾ ഇത് കർത്താവ് 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് ഇത് ഞാൻ തരുമെന്ന് പറഞ്ഞു. പക്ഷേ ഇത് അവർക്ക് മാത്രമല്ല, അപ്പോസ്തലന്മാർക്ക് മാത്രമല്ല, മാനസാന്തരപ്പെട്ട് വിശ്വസിച്ച് സ്നാനപ്പെടുന്ന എല്ലാ വിശ്വാസികൾക്കും വാഗ്ദാനമായിട്ട് കൊടുത്തിരിക്കുകയാണ് അല്ലേ. അടുത്ത വാക്യം കൂടെ വായിച്ചേ. വാഗ്ദത്തം നിങ്ങൾക്കും മക്കൾക്കും
നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ. അപ്പൊ ഇത് അപ്പോസ്തലന്മാർക്ക് മാത്രമുള്ള അഭിഷേകമല്ല, അല്ലെങ്കിൽ ഒരു അനുഗ്രഹമല്ല, ദൈവസഭയുടെ ഭാഗമാകുന്ന രക്ഷിക്കപ്പെടുന്ന എല്ലാ ദൈവമക്കൾക്കും കൊടുക്കുന്നതാണെന്ന് പത്രോസ് തന്നെ പറയണം. അപ്പോൾ ഈ പിതാവിൻ്റെ വാഗ്ദത്തം യേശുക്രിസ്തുവിലൂടെ രക്ഷിക്കപ്പെടുന്ന എല്ലാ ദൈവമക്കൾക്കുമുള്ള വാഗ്ദത്തമാണ്. എല്ലാവരുടെയും അവകാശമാണ് ഈ ആത്മാവിനാൽ നിറയുക എന്നുള്ളത്. 2:41 അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. ഈ 3000-ന്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? എത്ര പേർക്ക് അറിയാതെ? ഈ 3000 അത് അറിയണേ, ഇച്ചിരി ചരിത്രം അറിയണം. അപ്പോൾ യഹൂദ പാരമ്പര്യം അനുസരിച്ച് പെന്തക്കോസ്ത് നാളിലാണ് മോശ ഈ നിയമം ആദ്യമായിട്ട് കർത്താവിൽ നിന്ന് പ്രാപിച്ചത്. ബൈബിളൊരിടത്തും പറയുന്നില്ലെങ്കിൽ പോലും അവർ പെന്തക്കോസ്ത് നാളായിട്ടാണ് അത് കരുതുന്നത്. അപ്പോൾ പെന്തക്കോസ്ത് നാളിൽ, അതായത് ഒന്നാമത്തെ പ്രാവശ്യം നിയമം കിട്ടിയപ്പോൾ അവിടെ താഴെ ബഹളം, ഭയങ്കര പാട്ട് അല്ലേ, അവിടെ ഭയങ്കര ആരാധന. അപ്പോൾ താഴോട്ട് ചെന്നപ്പോഴാണ് അത് ആരാധന ആരോടാണ്? കാളക്കുട്ടിക്കാണ് ആരാധന അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു? അപ്പം തന്നെ അടിച്ചു പൊട്ടിച്ചു നിയമം അല്ലേ, കൽപ്പലകകൾ തല്ലി പൊളിച്ചു. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവരാരെന്ന് മോശ വിളിച്ചു ചോദിച്ചപ്പോൾ ലേവി മക്കൾ വന്നു. അങ്ങനെയാണ് ലേവ്യർക്ക് സ്ഥാനം വരുന്നത് അല്ലേ. അവരിറങ്ങി എന്ത് ചെയ്തു? ഇത് ചെയ്തുകൊണ്ടിരുന്ന എല്ലാവരെയും കൊന്നു. അന്ന് എത്ര പേര് മരിച്ചു അറിയാവോ? പുറപ്പാട് 32:26 മുതൽ 28. മോശ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എന്നാറേ ലേവ്യർ എല്ലാവരും അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ വാൾ അരക്കി കെട്ടി പാളയത്തിൽ കൂടി വാതിൽ തോറും കടന്ന് ഓരോരുത്തൻ താന്താന്റെ സഹോദരനെയും താന്താന്റെ സ്നേഹിതനെയും താന്താന്റെ കൂട്ടുകാരനെയും കൊന്നുകളവിൻ എന്നിങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ലേവ്യർ മോശ പറഞ്ഞതുപോലെ ചെയ്തു. അന്ന് ഏകദേശം 3000 പേർ വീണു. 3000 പേര് ഈ നിയമവുമായിട്ട് ആദ്യമായിട്ട് ഭൂമിയിലോട്ട് അല്ലേ, മലയിന്ന് മോശ ഇറങ്ങി വന്ന ദിവസം 3000 പേര് മരിച്ചു. ആത്മാവ് ഭൂമിയിലോട്ട് ഇറങ്ങി വന്നപ്പോൾ 3000 പേര് രക്ഷിക്കപ്പെട്ടു അല്ലേ. ഇതൊരു പ്രതീകാത്മകമായ ഒരു അർത്ഥമാണ്. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവൻ പകരുന്നു അല്ലേ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എന്നാലും അതിൻ്റെ ആ ഒരു കോൺട്രാസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനിയൊരു ചോദ്യമുള്ളത്, ഈ പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ച ഈ സംഭവം വെറും ചരിത്രപരമായ ഒരു സംഭവമാണോ, അതോ അത് മറ്റുള്ളവർക്കും ബാധകമാണോ? ഇതൊരു വലിയ ചോദ്യമാണ്. സഭാ പാരമ്പര്യങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പെന്തക്കോസ്ത് നാള് സഭയ്ക്ക് അങ്ങ് കൊടുത്ത് തീരെഴുതി കൊടുത്ത് പരിശുദ്ധാത്മാവിന്, ഇനി പരിശുദ്ധാത്മാവൊന്നും പ്രാപിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഇതൊരു ചരിത്ര സംഭവമാണ്. ഇപ്പോൾ ക്രൂശ് എന്നും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്രൂശ് സംഭവമേ ഉള്ളൂ അല്ലേ. കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചു. അതിനി വീണ്ടും ഒന്നും സംഭവിക്കേണ്ട ആവശ്യമില്ല, അത് വിശ്വസിച്ചാൽ മാത്രം മതി. അപ്പോൾ പെന്തക്കോസ്ത് നാളും അതുപോലാണോ? വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തികളിൽ ചരിത്രപരമായി സംഭവിക്കുന്ന ഒരു സംഭവം അത്രയേ ഉള്ളൂ. സഭയ്ക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചു എന്നാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ അതിന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ നോക്കുമ്പോൾ നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികളിൽ തന്നെ 3 പ്രാവശ്യം വീണ്ടും ആത്മാവ് ഇറങ്ങി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്ക് പഠിക്കാം. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ ആദ്യം 8-ാം അധ്യായം 14 മുതൽ 17 വരെ തിരുവെഴുത്തുകൾ ഇങ്ങനെ നിരീക്ഷിച്ചു പോയി അവസാനം നമ്മളിതെല്ലാം കൂടെ ഒരു സംക്ഷിപ്ത രൂപത്തിൽ നമ്മളിത് സമർത്ഥിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 8:14 മുതൽ 17. അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമരിയർ ദൈവവചനം കൈക്കൊണ്ട് എന്ന് കേട്ടു പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അന്നുവരെ അവരുടെ മേൽ ആരുടെ മേലും ആത്മാവ് വന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേ ഉള്ളൂ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ, ശമരിയയിലുള്ളവർ ഫിലിപ്പോസിന്റെ വചനം കേട്ട് അവർ രക്ഷിക്കപ്പെട്ടു, പക്ഷേ ആത്മാവിനെ അവർ പ്രാപിച്ചിട്ടില്ലായിരുന്നു. അവർ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് പെട്ടെന്ന് നോക്കാം. 12-ാമത്തെ വാക്യത്തിൽ നോക്കിയാൽ അറിയാം, ശമരിയയിലുള്ളവർ വചനം വിശ്വസിച്ചു അല്ലേ. 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, ഇപ്പോൾ അവർ വെള്ളത്തിൽ സ്നാനമേറ്റവരായിരുന്നു. 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ, അതേ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. അവിടെ വിടുതൽ ശുശ്രൂഷ സംഭവിച്ചു. തുടർന്ന് വായിച്ചേ. അവിടെ സൗഖ്യം. അപ്പൊ വിടുതൽ ശുശ്രൂഷ, സൗഖ്യത്തിന്റെ ശുശ്രൂഷ സംഭവിച്ചു. വളരെ സന്തോഷം ഉണ്ടായിരുന്നു അല്ലേ. നമുക്ക് ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അഭിഷേകമായി
രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അത്ഭുതം, വിടുതൽ, സൗഖ്യം, സന്തോഷം. പക്ഷെ എന്നിട്ടും അവിടെ പറഞ്ഞിരിക്കുക അവര് പരിശുദ്ധാത്മാവ് പ്രാപിക്കും. നമുക്ക് ഇത്രയും കൊണ്ട് തന്നെ പരിശുദ്ധാത്മാവുള്ള സഭയായി അല്ലേ? പാട്ട്, പ്രാർത്ഥന, അത്ഭുതം, വിടുതൽ, സന്തോഷവും, ഇത്രയും പോരെ? പിന്നെന്തോ വേണം ഇനി എന്തോ തന്നെ ഈ പരിശുദ്ധാത്മാവ്? അധിക സന്തോഷവും ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഒരു ചോദ്യം, എങ്ങനെ മനസ്സിലായി അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടില്ല എന്ന്? ഇത്രയും സംഭവിച്ചവർക്ക് എന്തുകൊണ്ട് പരിശുദ്ധാത്മാവില്ലാതെ എങ്ങനെ ഈ ലൂക്കോസ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നു അല്ലേ? യെരുശലേമിലെ സഭ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ പറഞ്ഞു ഇവർക്കാർക്കും പരിശുദ്ധാത്മാവില്ല അല്ലേ? അതെങ്ങനെ പറയാൻ പറ്റി? ഇത്രയും ഉണ്ടല്ലോ, വിശ്വാസം, സ്നാനം, അത്ഭുതം, അടയാളം, സന്തോഷം അല്ലേ? പിന്നെ ഇവർക്ക് എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മ ഇല്ലെന്ന് പറയുന്നു? പിന്നെ പത്രോസ്, യോഹന്നാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു എന്നും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ പറയാൻ പറ്റി? ചോദ്യം മനസ്സിലാവുന്നുണ്ടോ? ഇതെങ്ങനെ, ഇതെന്തോ ഏത് മാനദണ്ഡത്തിൻ്റെ ബേസിസിലാണ് ഇവർ ഈ പറയുന്നത് അല്ലേ? അപ്പോൾ അതൊരു വലിയൊരു ചോദ്യമാണ്. നേരത്തെ നമ്മൾ കണ്ടു, ആത്മസ്നാനം കണ്ടും കേട്ടും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അനുഭവമാണ്. അല്ലാതെ ഒരാൾക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ അവിടെ മൗനമായി നിന്നപ്പോൾ സംഭവിച്ചു, നിങ്ങൾക്കാർക്കും കാണാൻ പറ്റിയില്ല, നിങ്ങൾക്കാർക്കും കാണാനും പറ്റത്തില്ല, അങ്ങനല്ല അല്ലേ? തൊട്ടറിയാൻ പറ്റുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഉത്തരം ഇപ്പോൾ നമുക്ക് ലഭിക്കത്തില്ല, നമ്മൾ നിരീക്ഷിച്ച് ഇനി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാം, ആത്മസ്നാനം ഓരോ വ്യക്തികൾക്കും ഓരോരോ രീതിയിലാണ് സംഭവിക്കുന്നതെങ്കിൽ അങ്ങനൊരു മാനദണ്ഡം പറയാൻ പറ്റത്തില്ല. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? എല്ലാവർക്കും ഒരുപോലെ സംഭവിക്കുന്ന എന്തോ ഒരു മാനദണ്ഡം ഉണ്ടെങ്കിലല്ലേ നമുക്ക് അത് വെച്ചിട്ട് പറയാൻ പറ്റത്തുള്ളൂ ഇവർക്ക് ആത്മാവിനെ ലഭിച്ചിട്ടുണ്ട് ഇല്ലേ ലഭിച്ചിട്ടില്ല എന്നുള്ളത്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ ഓരോ സ്ഥലത്തും തോന്നിയ പോലാണ്, ചിലപ്പോൾ കാണും ചിലപ്പോൾ കാണത്തില്ല, എന്താണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു എന്താ പറയുക, തോന്നിയ പോലാണെന്ന് പറയാൻ പറ്റത്തില്ല. ഏതോ ഒരു മാനദണ്ഡമുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർക്ക് പറയാൻ പറ്റിയത് ഇവർക്ക് ആത്മാവ് ലഭിച്ചിട്ടില്ല, ഇനി കൈവച്ച് പ്രാർത്ഥിച്ച് ആത്മസ്നാനം സംഭവിക്കേണ്ടിയിരിക്കുന്നു എന്ന് അല്ലേ? അപ്പോൾ എന്തോ ഒരു അടയാളമുണ്ട് അല്ലേ? ഒരു ആത്മസ്നാനം ലഭിക്കുമ്പോൾ എല്ലാവർക്കും കാണുവാൻ കഴിയുന്നതും ഒഴിച്ചുകൂടുവാൻ കഴിയാത്തതുമായ ഒരടയാളം. ഇത്രയും നാളും ഈ യെരുശലേമിലും അവിടെ എല്ലാം യഹൂദയിലൊക്കെ നടന്നുകൊണ്ടിരുന്ന ശുശ്രൂഷയിൽ ആ അടയാളം കണ്ടിരുന്നത് കൊണ്ടാണ് ഇവർക്ക് ആത്മാവ് ലഭിച്ചു എന്ന് പറയുന്നതും ശമര്യയിൽ അതില്ലെന്നും പറയുന്നത് അല്ലേ? നമ്മൾ അനുമാനിക്കുകയാണ്. ഇനി മുന്നോട്ട് പോയിട്ട് വേണം അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്കിനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം. അവിടെ കൊർന്നില്യോസിന്റെ ജാതികളുടെ ഇടയിലേക്ക് പരിശുദ്ധാത്മ സ്നാനം കടന്നു വരികയാണ്. അതിൻ്റെ 10:44 മുതൽ 48 പത്രോസ് കടന്നു ചെന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ മുതലുള്ള വായിക്കാം. 10:44. പത്രോസ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ്, ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞിരിക്കുന്നത് വീണു അല്ലേ? അപ്പോൾ വീണ്ടും അടുത്ത ഒരു പര്യായ പദമാണ് അല്ലേ? നേരത്തെ നമ്മൾ കണ്ടു ആത്മസ്നാനത്തിന് പകരം ആത്മനിറവെന്ന് പറയാം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ആത്മാവ് വന്നു അല്ലെ വീണു. എല്ലാവരുടെ മേലും വീണു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കുകയാൽ പത്രോസിനോടുകൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു അല്ലെ? പരിശുദ്ധാത്മാവെന്ന ദാനം പകർന്നു. ഇതിന്റെ ആ ഭാഷ അപ്പോസ്തല പ്രവൃത്തി 2:32 നമ്മൾ നേരത്തെ വായിച്ചതുപോലെ കർത്താവ് പിതാവിൻ്റെ കയ്യിൽ നിന്ന് പ്രാപിച്ച് പകർന്നിരിക്കുന്നു. അതേ ആ ഒരു ഭാഷയാണ് അല്ലേ? ദാനം പ്രാപിച്ച് പകർന്നിരിക്കുന്നു. അപ്പം അതേ സംഭവം ഇവിടെയും സംഭവിക്കുകയാണ്. അതിൻ്റെ കാരണമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ അനുമാനിക്കാൻ കഴിഞ്ഞത്? അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും എന്തായി? കേൾക്കുകയല്ല. അപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്തു അല്ലേ? എന്നിട്ട് പത്രോസും അതിൻ്റെ 47-ാമത്തെ വാക്യം, നമ്മെ പോലെ ഇവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്ന് തർപ്പിച്ചു പറയുക അല്ലേ? അതുകൊണ്ട് അവരെ സ്നാനം കഴിപ്പിക്കുക. അപ്പോൾ ജലസ്നാനം എടുക്കുന്നതിന് മുമ്പും ചിലപ്പോൾ ആത്മസ്നാനമൊക്കെ ലഭിച്ചെന്നിരിക്കും. അതിൻ്റെ ആ ഓർഡർ ചിലപ്പോൾ ദൈവമായിട്ട് തെറ്റിച്ചെന്നൊക്കെ ആയിരിക്കും. സാധാരണ രീതിയിൽ നേരെ ആദ്യം വെള്ളത്താലുള്ള സ്നാനം, പിന്നെ പക്ഷേ ഇവിടെ അത് മാറി വരികയാണ് അല്ലേ? അപ്പോൾ പത്രോസും അത് പറയുകയാണ്, ഇവർക്ക് ആത്മാവിനെ ലഭിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 11 അതിൻ്റെ അടുത്ത അധ്യായത്തിൽ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ് പിന്നെ യെരുശലേമിൽ പോയിട്ട് റിപ്പോർട്ട് കൊടുക്കുക അല്ലേ? അതും കൂടെ ഒന്ന് വായിക്കാം. 15 മുതൽ 18. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും
പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ വന്നതുപോലെ ആഹാ, കണ്ടോ? അപ്പോൾ നേരത്തെ പറഞ്ഞു ശ്രദ്ധിച്ചോ, ആത്മസ്നാനം ഒരേപോലാണ്. അല്ല, കണ്ടിടത്തെല്ലാം പോലല്ല, ഓരോ സ്ഥലത്ത് തോന്നിയതുപോലല്ല. ഒരു മാനദണ്ഡം, ഒരു മാതൃക, ഒരു ക്രമം, അല്ലെ, ഒരു പാറ്റേൺ ഇതിനുണ്ട്. ആദിയിൽ നമുക്ക് വന്നതുപോലെ തന്നെ, വായിച്ചാട്ടെ, അവരുടെ മേലും വന്നു. അപ്പോൾ ഞാൻ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തു. കർത്താവ് പറഞ്ഞ സ്നാനത്തെ കുറിച്ചുള്ള വാക്ക് ഞാൻ ഓർത്തു. ഇനി ശ്രദ്ധിച്ചു കേൾക്കണേ. ആകയാൽ കർത്താവായ യേശുക്രിസ്തു വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ അവർക്കും ദൈവം കൊടുത്തുവെങ്കിൽ ദൈവത്തെ തടുക്കുവാൻ തക്കവണ്ണം ഞാൻ അവർ ഇത് കേട്ടപ്പോൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആകയാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തി. കണ്ടോ, അവരുടെ കൺക്ലൂഷൻ നിങ്ങൾ കേട്ടോ? അങ്ങനെ ദൈവം ജാതിയർക്കും ആത്മാവിനെ കൊടുക്കുന്നു എന്നല്ല അവിടെ പറഞ്ഞു. എന്തോ കൊടുക്കുന്നു പറഞ്ഞ്? ജീവപ്രാപ്തിക്കായിട്ട് മാനസാന്തരം കൊടുക്കുന്നു എന്ന്, രക്ഷ കൊടുക്കുന്നു എന്ന്. അപ്പൊ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആരെങ്കിലും ഒരു ഉത്തരം പറഞ്ഞേ. ആത്മാവിനെ കൊടുക്കുന്നു, അന്യഭാഷ കൊടുക്കുന്നു ഒന്നുമല്ല അവർ പറഞ്ഞത്. അത് എനിക്ക് മനസ്സിലായി. കർത്താവ് ആദ്യം തന്നതുപോലെ അവർക്കും കൊടുത്തു. കർത്താവ് അവരെ ആത്മസ്നാനം കഴിപ്പിച്ചു. അവസാനം അപ്പോസ്തോലിക കമ്മിറ്റി മീറ്റിങ്ങിന്റെ കൺക്ലൂഷൻ, അവർക്ക് മാനസാന്തരം ദൈവം കൊടുക്കുന്നുണ്ട്. എന്തോ നിത്യജീവന ജീവന അത് തന്നെ അതോടെ പറഞ്ഞിരിക്കുന്നത്. അതെ, എന്തുകൊണ്ട് അവർ അങ്ങനെ അനുമാനിച്ചെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് ഈ മാനസാന്തരം കൊടുക്കുന്നതും ആത്മാവിനെ കൊടുക്കുന്നതും തമ്മിലുള്ള ബന്ധം എന്തുവാ? അതെ അതെ, അതൊക്കെ നിങ്ങളെല്ലാം പറയുന്നത് ശരിയാ, പക്ഷെ ഒരു കാതലായ കാര്യം നിങ്ങൾ പറയുന്നില്ല. ജാതീയർക്കും കർത്താവ് പരിശുദ്ധാത്മാവിനെ കൊടുത്തപ്പോൾ ഇവർ നോക്കിച്ച് പറയാണ്, ജാതീയർക്കും ദൈവം മാനസാന്തരമെന്ന ദാനം കൊടുക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? എന്താ അല്ല, അതൊക്കെ ശരി തന്നെ. ഒരു കൂട്ടർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയപ്പോൾ ഇവർ പറയുകയാണ്, ദൈവം അവർക്ക് മാനസാന്തരം എന്ന ദാനം കൊടുത്തിരിക്കുന്നു, അല്ലേ? അപ്പം അതിന് എന്ത് മനസ്സിലാക്കാം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മാനസാന്തരം എന്ന ദാനം ആർക്കൊക്കെ യേശു കൊടുക്കുമോ അവർക്കൊക്കെ ദൈവം എന്തോ കൊടുക്കും? അഭിഷേകം കൊടുക്കും. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളുടെ അവകാശമാണിത്, അല്ലേ? മാനസാന്തരപ്പെടുന്ന ഏവർക്കും കർത്താവ് ഇതേ ദാനം കൊടുക്കും. അതുകൊണ്ടാണ് അവർ ആത്മസ്നാനവും മാനസാന്തരവും കൂടെ ലിങ്ക് ചെയ്ത് പറഞ്ഞത്. ആത്മസ്നാനം അവർക്ക് ലഭിക്കുമെങ്കിൽ പിന്നെ മാനസാന്തരം ലഭിച്ചിരിക്കുന്നു, അല്ലേ? അതുകൊണ്ടാണ് അവരെ സ്നാനപ്പെടുത്തി സഭയുടെ ഭാഗമാക്കിയത്. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ, അപ്പോസ്തല പ്രവൃത്തികൾ 8ഉം 10ഉം കൂടെ ചേർത്ത് തന്നെ നമുക്ക് ഈ 4 കാര്യങ്ങൾ പറയാം. ഒന്ന്, ആർക്കൊക്കെ കർത്താവ് മാനസാന്തരം എന്ന ദാനം കൊടുക്കുമോ കർത്താവിൻ്റെ ആഗ്രഹം അവർക്കൊക്കെ ആത്മസ്നാനം കൊടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണെങ്കിൽ ആത്മസ്നാനം പ്രാപിച്ചിരിക്കണം. കർത്താവിൻ്റെ ആഗ്രഹവും ഹിതവും അതാണ്. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും, അല്ലാതെ ഏതെങ്കിലും കുറച്ച് ആൾക്കാർ ശുശ്രൂഷ ചെയ്യുന്നവർ മാത്രം രക്ഷിക്കപ്പെടുന്ന മാനസാന്തരം എന്നൊരു ദാനം നിങ്ങൾക്ക് കർത്താവിന് ലഭിച്ചോ എങ്കിൽ ഈ ദാനം തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അവൻ്റെ മനസ്സതാണ്. രണ്ടാമത്, ആത്മസ്നാനം എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വിശ്വാസികളുടെ മേൽ കർത്താവിൻ്റെ ആത്മാവ് വീഴുന്നു, അല്ലെങ്കിൽ അവർ ആത്മാവിനാൽ നിറയുന്നു, അല്ലേ? ഇങ്ങനെ ആത്മാവിനെ പ്രാപിക്കുന്നത് ബോധമനസ്സിലുള്ള ഒരു അനുഭവമാണ്. അത് കാണുകയും കേൾക്കുകയും ചെയ്യാൻ പറ്റും, അല്ലേ? ഇനി നാലാമതായിട്ട് എന്ത് പറയാം? ഈ സ്നാനം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു അടയാളം ഉണ്ട്. അത് ചില സമയത്ത് പറഞ്ഞിരിക്കും. നമ്മൾ 8ാമത്തെ അധ്യായത്തിൽ വായിച്ചില്ല, ഒരു അടയാളവും പറഞ്ഞിട്ടില്ല. ശമരിയക്കാർക്ക് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. 10ാമത്തെ അധ്യായത്തിൽ അത് അന്യഭാഷയാണെന്നും പറയുന്നു. അപ്പോൾ ഇത്രയും മനസ്സിൽ വെച്ച് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 19 കിടക്കാം. എനിക്കറിയാം ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊന്നും പൂർണ്ണമായിട്ട് ലഭിച്ചിട്ടില്ല. നമ്മളിങ്ങനെ നിരീക്ഷിച്ച് പോവുകയാണ്. ഉത്തരങ്ങളെല്ലാം അവസാനം നമുക്ക് പറയാം. അപ്പോസ്തല പ്രവൃത്തികൾ 19 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം.
അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ദുർപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് അവരോട് പ്രാപിച്ചോ എന്ന് പൗലോസ് ചോദിച്ചു. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. ശരി. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവൻ അവരോട് ചോദിച്ചതിന് യോഹന്നാന്റെ സ്നാനം എന്ന് അവർ പറഞ്ഞു. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ചത്. തന്റെ പിന്നാലെ വരുന്നവനായ യേശു വിശ്വസിക്കണം എന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ആ പുരുഷന്മാർ എല്ലാം കൂടി 12 പേരുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ ഒന്നാമത് നമ്മൾ നോക്കണം, ഇവര് ശിഷ്യന്മാരെന്ന് പറയുന്നു, പക്ഷേ യോഹന്നാൻ്റെ ശിഷ്യന്മാരാണ്. പക്ഷേ അവർ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, യേശുവിൽ വിശ്വസിച്ചിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ പൂർണ്ണമായിട്ട് രക്ഷയുടെ ഉപദേശം പ്രാപിച്ചിട്ടില്ല അല്ലേ? ഒരു സ്നാനത്തെക്കുറിച്ചൊക്കെ അവർക്ക് ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പൗലോസ് ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞ കർത്താവിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? എന്തുകൊണ്ടാണ് പൗലോസ് ആ ചോദ്യം ചോദിച്ചേ? ഒരു കൂട്ടം വിശ്വാസികളെ കണ്ടു. ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? അല്ലേ? വിശ്വസിക്കുന്ന എല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമായിരുന്നെങ്കിൽ ഇങ്ങനൊരു ചോദ്യം ചോദിക്കൂ? നമ്മൾ ഓൾറെഡി ശമരിയയിലെ കാര്യം കണ്ട, അവർ വിശ്വസിച്ചു, സന്തോഷിച്ചു, പക്ഷേ ആത്മാവ് പ്രാപിച്ചിട്ടില്ലായിരുന്നു അല്ലേ? അപ്പോൾ എല്ലാ വിശ്വാസികൾക്കും ഉള്ള അവകാശമാണേലും എല്ലാ വിശ്വാസികളും ആത്മനിറവുള്ളവരായിരിക്കണമെന്നില്ല അല്ലേ? അത് ശമരിയയിലും നമ്മൾ കാണുന്നുണ്ട്, ഇവിടെയും നമ്മൾ കാണുന്നുണ്ട് അല്ലേ? പിന്നെ എന്തുകൊണ്ട് പൗലോസ് ഇങ്ങനെ ചോദിക്കാൻ കാരണമുണ്ടായെന്ന് ചോദിച്ചാൽ, നേരത്തെ നമ്മൾ ശമരിയക്കാരുടെ കാര്യം പറഞ്ഞതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്യാൻ പറ്റുന്നതാണ് ഈ ആത്മസ്നാനത്തിൻ്റെ യാഥാർത്ഥ്യം. ഒരു വ്യക്തി ആത്മസ്നാനം പ്രാപിച്ചാൽ ആ വ്യക്തിക്കും അറിയാം, തൊട്ടടുത്തിരിക്കുന്നവനും അറിയാം, കാണുന്നവനും എല്ലാവർക്കും അറിയാൻ പറ്റും. ആത്മസ്നാനം പ്രാപിച്ച വേറൊരു വ്യക്തിക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ പറ്റും ഇയാൾ ആത്മസ്നാനം പ്രാപിച്ചൊരു വ്യക്തിയാണോ അല്ലേ എന്ന് അല്ലേ? അപ്പോൾ പൗലോസിന് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി ഇവരുടെ അടുത്ത് പോയപ്പോൾ. യേശു മശിഹ എന്നൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിലും എന്തോ ഒരു കുഴപ്പമുണ്ട് ഇവർക്ക് അല്ലേ? ഒരു കുറവുണ്ട്. അതുകൊണ്ടാണ് അത് ചോദിച്ച് അവരെ നേരായ രീതിയിൽ സ്നാനപ്പെടുത്തി പൗലോസ് അവരുടെ തലമേൽ കൈവച്ചപ്പോൾ അവർ ആത്മാവിനെ പ്രാപിച്ചപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യാൻ പറ്റുന്ന അടയാളം വന്നു. എന്താണ്? അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും കൂടെ ചെയ്തു. ശരി, അപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, പെന്തക്കോസ് നാളിലെ സംഭവം വെറും ചരിത്ര സംഭവമാണോ അതോ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതാണോ? വ്യക്തിപരമായി നമുക്കെല്ലാവർക്കും ഒരു പെന്തക്കോസ് നാളുണ്ടോ അല്ലേ? ഇതൊക്കെ ഇല്ല എന്ന് പറയുന്ന ഒരുപാട് വലിയ പേരുകേട്ട ദേവദാസന്മാരുണ്ട്. അപ്പോൾ നമ്മൾ ഈ കണ്ട കാര്യം വെച്ച് നമുക്ക് എന്തെല്ലാം പറയാം? അപ്പോസ്തല പ്രവൃത്തികളിൽ തന്നെ ഈ ആവർത്തിച്ച സംഭവങ്ങൾ വെച്ചുകൊണ്ടുള്ള നമ്മുടെ നിരീക്ഷണങ്ങൾ. ഒന്നാമതായിട്ട് നമുക്ക് എന്ത് പറയാം? പെന്തക്കോസ്ത് സഭയ്ക്ക് മാത്രം, ആദ്യത്തെ സഭയ്ക്ക് മാത്രമായിരുന്നു. പിന്നീട് ഒരിക്കലും ഇത് സംഭവിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അല്ലേ? യെരുശലേമിലെ സഭയ്ക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, എല്ലാ വിശ്വാസികളും ലഭിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ വിശ്വസിച്ചാൽ മതി, കിട്ടി. ഇനി അനുഭവമൊന്നും വേണ്ട അല്ലേ? വ്യത്യസ്ത അനുഭവങ്ങളൊന്നും വേണ്ട ആവശ്യമില്ല. സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവുണ്ട്, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സഭയ്ക്കകത്ത് വന്നാൽ നിങ്ങൾക്കുണ്ട്, അത് അടയാളമൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയായിരുന്നു അല്ലേ? സൂചകാത്മകമായിട്ട് പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ വന്നെന്നങ്ങ് പറഞ്ഞങ്ങ് വിടായിരുന്നു. അങ്ങനെയല്ലേ പൊതുവേ നമ്മുടെ സഭകളൊക്കെ പഠിപ്പിക്കുന്നത് അല്ലേ? റെപ്രസെൻറ്റേറ്റീവ് പെന്തക്കോസ്റ്റ് ഈസ് ദ ഡേ ഹോളി സ്പിരിറ്റ് കെയിം ടു ദ ചർച്ച് അല്ലേ? ഇപ്പോൾ ലിറ്റർജിക്കൽ സഭകളിലൊക്കെ പെന്തക്കോസ്റ്റ് സൺഡേ ഉണ്ട്. നമ്മൾ ഈ വലിയ ആത്മാവിനെ കുറിച്ച് പറയുന്നവർക്ക് പെന്തക്കോസ്റ്റ് സൺഡേ ഒന്നുമില്ല അല്ലേ? പക്ഷേ ഈ കലണ്ടർ ഫോളോ ചെയ്യുന്ന സഭകൾക്ക്, പ്രത്യേകിച്ച് ഈ കത്തോലിക്ക, ആംഗ്ലിക്കൻ അങ്ങനത്തെ സഭകൾക്കൊക്കെ പെന്തക്കോസ്റ്റ് സൺഡേ ഉണ്ട്. അന്ന് അവരെന്താ ഓർക്കുന്നത്? പണ്ടൊരു ദിവസം പരിശുദ്ധാത്മാവ് സഭയിൽ വന്നെന്ന് അല്ലേ? ഒരു ഓർമ്മ പുതുക്കലാണ്. അല്ലാതെ ഇന്നത്തെ ദിവസം അതിനൊരു പ്രസക്തിയില്ല. പണ്ടെപ്പോഴോ ആദ്യമായിട്ട് സഭയിൽ വന്ന ഒരു ഓർമ്മ പുതുക്കൽ അല്ലേ? അങ്ങനെ സൂചകമായിട്ടല്ല കർത്താവ് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുത്തത്. പിന്നെ എങ്ങനെയാണ്? ഇറ്റ് വാസ് നോർമറ്റീവ് അല്ലേ? അത് സാധാരണമായിട്ട് സംഭവിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു പാറ്റേൺ ആണ്. അപ്പോൾ ഇത് അല്ലാതെ ക്രൂശ് പോലെ ഒരു പ്രാവശ്യം മാത്രമേ സംഭവിക്കുകയുള്ളൂ. കാൽവറി ക്രൂശിൽ കർത്താവ് മരിച്ചു, ഇനി അത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല അല്ലേ എന്ന് പറയുന്നത് പോലെ പെന്തക്കോസ്ത് നാൾ ഒരു പ്രാവശ്യം സംഭവിച്ചു, ഇനി ആവർത്തിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം രക്ഷിക്കപ്പെട്ട എല്ലാ മക്കൾക്കും മാനസാന്തരം എന്ന ദാനം ലഭിക്കുന്നവർക്കെല്ലാം ആവർത്തിക്കപ്പെടേണ്ടതും അങ്ങനെ ചോദ്യം ചെയ്യപ്പെടുന്നതുമായ ഒരു അനുഭവമാണ്. നിങ്ങൾ കിട്ടിയോ? നിങ്ങൾ പ്രാപിച്ചോ? അല്ലേ? അവർ
അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് കിട്ടിയോ? അല്ലേ? അങ്ങനെ അവർ ചോദിച്ച് കണ്ടുപിടിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ്, മാനസാന്തരം എന്ന ദാനം ഒരു വ്യക്തിക്ക് കിട്ടിയാൽ ആ വ്യക്തി ആത്മസ്നാനവും പ്രാപിച്ചിരിക്കണം. അപ്പോസ്തോലിക സഭയിലെ ഒരു പ്രതീക്ഷ അതായിരുന്നു. ഇല്ലെങ്കിൽ ഈ സമരിയക്കാരുടെയും പൗലോസ് കണ്ടെത്തിയ അവരുടെ യോഹന്നാൻ്റെ ശിഷ്യന്മാരുടെ കാര്യവും പോലെ ചോദ്യം വരും, നിങ്ങൾ വിശ്വസിച്ചപ്പോൾ ആത്മാവിനെ പ്രാപിച്ചോ? അല്ലേ? അപ്പോൾ ഈ ആത്മസ്നാനം രണ്ടാമതായിട്ട് നമുക്ക് പറയാം, അത് കർത്താവിൽ വിശ്വസിച്ചതിന് ശേഷം വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. അല്ല വിശ്വാസവും ആത്മസ്നാനവും ഒന്നാണെന്ന് പറയുന്നവരുണ്ട്. അത് ശരിയല്ല. വിശ്വസിക്കുമ്പോഴേ ആത്മാവിനെ ലഭിച്ചു എന്ന് പറയുന്നവരുണ്ട്. വിശ്വസിക്കണേ ആത്മാവ് വേണം. 1 കൊരിന്ത്യർ 12:3 പറയുന്നുണ്ട്, ആത്മാവില്ലാതെ ഒരാൾക്കും യേശു കർത്താവാണെന്ന് പറയുവാൻ കഴിയുകയില്ല. ആത്മാവിൻ്റെ സഹായത്തോടാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചല്ല. ആത്മാവ് എന്തെങ്കിലും ഒരു പ്രവൃത്തി എന്നെ ചെയ്ത ഉടനെ ഞാൻ ആത്മസ്നാനം പ്രാപിച്ചു എന്നല്ല. ആത്മാവ് എന്നിൽ വന്ന് വസിക്കുന്നതാണ് ആത്മസ്നാനം. അല്ലേ? ആത്മാവ് എൻ്റെ മേൽ വീഴുന്നതാണ്. ശമര്യക്കാരും കർത്താവിനെ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടു. അപ്പോൾ ആത്മാവ് അവരുടെ മേൽ പ്രവർത്തിച്ചു. ആത്മാവ് പ്രവർത്തിച്ച് പാപബോധം വന്നു, വിശ്വാസം വന്നു. അതൊന്നും ആത്മസ്നാനമായിട്ട് നമ്മൾ കൂട്ടിക്കുഴയ്ക്കരുത്. അല്ലേ? ആത്മസ്നാനവും വിശ്വാസവും വ്യത്യസ്തമാണ്. സാധാരണഗതിയിൽ വിശ്വാസത്തിന് ശേഷം സംഭവിക്കേണ്ടത്. ഈ ശേഷം എന്ന് പറയുമ്പോൾ യുക്തിക്കനുസൃതമായിട്ടാണ് നമ്മൾ പറയുന്നത്, അല്ലാതെ സമയം ആകണമെന്നില്ല. കാരണം കൊർണിലിയോസിൻ്റെ ഭവനത്തിൽ എല്ലാം കൂടെ ഒറ്റയടിക്കങ്ങ് സംഭവിച്ചു. വിശ്വാസവും സ്നാനവും എല്ലാം കൂടെ ഒരേ സമയം. ലോജിക്കൽ ഡിസ്റ്റിങ്ഷനാണ്, ക്രോണോലോജിക്കൽ അല്ല. അല്ലേ? യുക്താനുസൃതം അല്ലാതെ സമയാനുസൃതം ആയിട്ടല്ല നമ്മൾ ഈ പറയുന്നത്. പക്ഷേ അത് വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് പൗലോസ് ചോദിച്ചത്, നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞ് നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ചുവോ? പത്രോസും നമ്മൾ വായിച്ചു കേട്ടു അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായത്തിൽ വിശ്വസിച്ചവരായ, അതാണ് അല്ലേ, വിശ്വസിച്ചവരായ. കണ്ടോ? അപ്പോൾ അത് വിശ്വസിച്ചു കഴിഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ്. പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ NASB ഒക്കെ നോക്കിയാൽ അറിയണം, ആഫ്റ്റർ വി ഹാവ് ബിലീവ്ഡ്. അത് അവിടെ ഒരു പാർട്ടിസിപ്പിളാണ്, ഹാവിങ് ബിലീവ്ഡ്. ഇപ്പോൾ NIV ഒക്കെ തെറ്റിച്ചാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, വെൻ വി ബിലീവ്ഡ് എന്നോ അങ്ങനെ ചോദിച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ ഒരു പാർട്ടിസിപ്പിളാണ്, ഹാവിങ് ബിലീവ്ഡ് ഇൻ ദ ലോർഡ് ജീസസ് ഹി ഹാസ് poured out his spirit. അല്ലേ? അപ്പോൾ അവിടെ വ്യത്യസ്തമായ അനുഭവങ്ങളാണെന്ന് അവിടെ സൂചിപ്പിക്കുന്നത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? മാത്രമല്ല മൂന്നാമതായിട്ട് നമുക്ക് പറയാം, ഈ അനുഭവം തൊട്ടറിയാൻ പറ്റുന്ന അനുഭവമാണ്. അല്ലേ? കാണുകയും കേൾക്കുകയും ചെയ്യാൻ പറ്റുന്ന അനുഭവമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2:11 10:46 നമ്മൾ കാണുന്നുണ്ട്, ആത്മാവിൻ്റെ പ്രേരണയാൽ അവരെന്ത് ചെയ്യുകയായിരുന്നു? ദൈവത്തെ മഹത്വീകരിക്കുകയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2:11 വായിച്ചേ. യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ വൻകാര്യങ്ങൾ, ദൈവത്തിന്റെ വൻകാര്യങ്ങൾ പ്രസ്താവിച്ച് ദൈവത്തെ മഹത്വീകരിക്കുന്നു. 10:46 നമ്മൾ നേരത്തെ കണ്ടു, കൊർണിലിയോസിന്റെ ഭവനത്തിൽ അവർ അന്യഭാഷകൾ സംസാരിച്ച് ദൈവത്തെ മഹത്വീകരിക്കുന്നു. 10:46. ഇംഗ്ലീഷിൽ 10:46, ചിലപ്പോൾ മലയാളത്തിൽ 45 ആയിരിക്കും. അപ്പോൾ വായിൽ കൂടെ ഇതിൻ്റെ അടയാളം വരും. ഇപ്പം നമ്മൾ വായിച്ചെടുത്തെല്ലാം നമ്മൾ കണ്ടു, അന്യഭാഷയായാലും സ്തുതി സ്തോത്രം അല്ലെങ്കിൽ പ്രവചനമായാലും. പിന്നീട് ഞാൻ പഠന പരമ്പരയിൽ ആദ്യം പല വാക്യങ്ങളെടുത്ത് കാണിച്ചായിരുന്നു. ആത്മാവിനാൽ നിറയുന്ന എലിശബത്ത് ആയാലും സക്കറിയ ആയാലും, അല്ലേ, എല്ലാവരും വാ തുറക്കും. അല്ലേ? നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടോ അത് വായിക്കൂടെ വെളിപ്പെടുമെന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഹൃദയത്തിൽ ആത്മാവ് വരുമ്പോൾ വായിക്കൂടെ കർത്താവിൻ്റെ ആത്മാവ് നൽകുന്നതായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് നമ്മൾ ഉച്ചരിക്കും. അല്ലേ? അപ്പോൾ അതെന്താണ്, ആ അടയാളം എന്താണെന്നുള്ള തർപ്പിച്ച് പറയുവാൻ നമുക്ക് കഴിയുമോ എന്ന് ചോദിച്ചാൽ, ഈ കണ്ടത് വെച്ചിട്ട് എൻ്റെ ഒരു കൺക്ലൂഷൻ, അല്ലേ, എന്താ അനുമാനിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്ഥിരം പറയുന്നതാണ്, എല്ലായിടത്തും അടയാളം എന്താണെന്ന് ലൂക്കോസ് പറയാറില്ല. അല്ലേ? അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടില്ല ശമരിയുടെ കാര്യത്തിൽ. പറയുമ്പോൾ പക്ഷേ ഒഴിച്ചുകൂടാനാവാതെ ഒരു കാര്യം പറഞ്ഞിരിക്കും, അതാണ് അന്യഭാഷ. ചിലപ്പോൾ അന്യഭാഷയും അതിൻ്റെ കൂട്ടത്തിൽ പ്രവചനവും കാണും. പക്ഷെ അപ്പോസ്തല പ്രവൃത്തികൾ 2-ലും 10-ലും 19-ലും അന്യഭാഷയുണ്ട്. അന്യഭാഷയുടെ കൂടെ വേറെ എന്തെങ്കിലും കാണും, അല്ലെങ്കിൽ ഒന്നും പറയത്തില്ല. അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഉറപ്പായിട്ടും അന്യഭാഷ കാണണം. ശമരിയയിൽ അതുകൊണ്ടായിരിക്കും അവർ പറഞ്ഞത്, ഇവർ അന്യഭാഷയൊന്നും പറയുന്നില്ലല്ലോ, ഇവർ അതുപോലെ കടന്നോട്ട് അങ്ങനെ സ്തോത്രമൊന്നും പറയുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ ഇവർക്ക് കിട്ടിക്കാണത്തില്ലായിരിക്കും. അല്ലേ? പിന്നെ യോഹന്നാനും
പത്രോസും വന്ന് തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർ അന്യഭാഷ പറഞ്ഞു കാണും. അതായിരിക്കും അവർ പറഞ്ഞത്, ഇപ്പോൾ ആത്മാവ് വന്നു. അപ്പോൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അത്ഭുതം സംഭവിച്ചു, സൗഖ്യം സംഭവിച്ചു, വളരെ സന്തോഷം വന്നു. പക്ഷേ വാ തുറന്നില്ല. അല്ലേ? അങ്ങനെ എത്രയോ വിശ്വാസികളെ നമുക്കറിയാം. അല്ലേ? ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ വാ അടഞ്ഞിരിക്കുകയാണ്. അല്ലേ? വളരെ ഇങ്ങനെ ക്വയറ്റായിട്ടിരിക്കുക. അപ്പോൾ അത് ആത്മാവ് ലഭിച്ച് കാണത്തില്ലായിരിക്കും. അതെന്ന് വെച്ചാൽ ക്വയറ്റായിട്ടിരിക്കുന്ന എല്ലാവരും കയറി നമ്മൾ വിധിക്കരുത് കേട്ടോ. ചിലർ ആത്മാവൊക്കെ വന്നാലും ക്വയറ്റാ. അതവരുടെ പ്രകൃതം. അതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്, ആരാധിക്കുന്ന സമയത്തെ കാര്യം ഈ പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും കാണപ്പെടുന്നത് അപ്പോസ്തല പ്രവൃത്തികളിൽ പറഞ്ഞിരിക്കുന്ന അടയാളം അത് അന്യഭാഷ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 99% ചാൻസും നമ്മൾ ആത്മാവിനാൽ നിറയുമ്പോൾ എന്ത് വരും? അന്യഭാഷ വരാനാണ് ചാൻസ്. അല്ലേ? പിന്നീട് നമുക്കൊരു കാര്യം കൂടെ പറയാം, അത് നമ്മളെ വാക്യങ്ങളെടുത്ത് നോക്കുന്നില്ല. ഈ അപ്പോസ്തല പ്രവൃത്തികളിൽ ലൂക്കോസിൻ്റെ എഴുത്ത് നമ്മൾ നോക്കുമ്പോൾ സ്നാനം, പിന്നെ ആത്മാവിൻ്റെ നിറവ്, ആത്മാവിനെ പ്രാപിക്കുക, ഈ വാക്കുകളൊക്കെയാണ് സ്ഥിരം ഈ അനുഭവത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. അല്ലേ? വാക്കുകൾ. ഇതിൽ ഈ സ്നാനവും ആത്മാവിനെ പ്രാപിക്കുന്നതും വീണ്ടും വീണ്ടും ആവർത്തിക്കാറില്ല. അല്ലേ? ഇപ്പോൾ ശമര്യക്കാർ ആത്മാവിൻ്റെ സ്നാനം പ്രാപിച്ചു, അല്ലെങ്കിൽ അവർ ആത്മാവിനെ പ്രാപിച്ചു. കൊർന്നേലിയോസിൻ്റെ ഭവനം ആത്മാവിനെ പ്രാപിച്ചു. പിന്നീട് അവർ ആത്മാവിനെ പ്രാപിക്കുന്നു, ആത്മാവിനാൽ സ്നാനപ്പെടുന്നുമില്ല, പക്ഷേ അവർ പിന്നീട് ആത്മാവിനാൽ നിറയപ്പെടുന്നുണ്ട്. അത് നമുക്ക് പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ജീവിതത്തിൽ നിന്ന് തന്നെ കാണാം. പത്രോസ് ആത്മാവിനെ പ്രാപിച്ചത് എപ്പോഴാണ്? പെന്തക്കോസ്ത് നാളിൽ. അല്ലേ? പക്ഷേ അപ്പോസ്തല പ്രവൃത്തികൾ 4:8 പത്രോസ് വീണ്ടും ആത്മാവിനാൽ നിറഞ്ഞവനാകുന്നു. അതുപോലെ 4:31 പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആത്മാവിനാൽ അവരെല്ലാം നിറഞ്ഞു. ആ യെരുശലേം സഭ മൊത്തം ഒന്നുകൂടെ നിറഞ്ഞു. അപ്പോൾ ഒരു സ്നാനമാണേലും പല നിറവുകളുണ്ട്. അല്ലേ? അതുപോലെ പൗലോസിൻ്റെയിലും അപ്പോസ്തല പ്രവൃത്തികൾ 13:9 പൗലോസ് വീണ്ടും ആത്മാവിനാൽ നിറയുന്നുണ്ട്. അല്ലേ? അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം, ഒരു സ്നാനമേ ഉള്ളൂ, ആത്മസ്നാനം അല്ലെങ്കിൽ അഭിഷേകം പ്രാപിക്കുക എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്നത്. പക്ഷേ വീണ്ടും വീണ്ടും നമ്മൾ നിറയപ്പെടണം. അതുകൊണ്ടാണ് എഫീസ്യ ലേഖനം 5:18 അത് മലയാളത്തിൽ തർജ്ജമ ചെയ്ത് വെച്ചിരിക്കുന്നത് ശരിയായിട്ടല്ല. എഫീസ്യ ലേഖനം 5:18 ആത്മാവിലാൽ നാം നിറയണം എന്നൊരു കൽപ്പനയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 5:18 അതങ്ങ് പറഞ്ഞു, ആത്മാവിനാൽ നിറഞ്ഞവരായി നിങ്ങൾ സ്തുതി സ്തോത്രങ്ങളെല്ലാം കൊണ്ട് നിറഞ്ഞ് അങ്ങ് ഓടിപ്പോവുക. അതങ്ങ് വണ്ടി വിട്ട പോലെ പറഞ്ഞു പോവുക. അല്ലേ? 5:18 ഒന്ന് വായിച്ചേ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നമ്മുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ഇത്രയും വായിച്ച് ഫുൾ സ്റ്റോപ്പ് എത്തുമ്പോഴത്തേക്ക് ആദ്യം വായിച്ചത് മറന്നുപോകും. ആത്മാവിനാൽ നിറഞ്ഞവരാകണമെന്നുള്ളത് അത് കൽപ്പനയും കൂടാ. അല്ലേ? അപ്പോൾ ഇംഗ്ലീഷിൽ അത് കുറച്ചുകൂടെ വൃത്തിയായിട്ട് ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്. പിന്നീടാണ് മറ്റേ അല്ലേ സാംസ്, ഹിംസ്, സോങ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ ആത്മാവിനാൽ നിറഞ്ഞവരാകണമെന്നുള്ളതൊരു അപ്പോസ്തോലിക കൽപ്പനയാണ്. എല്ലാ ദിവസവും ആത്മാവിനാൽ നിറയണം, എപ്പോഴും ആത്മാവിനാൽ നിറഞ്ഞവരാകണം. അപ്പോൾ ആത്മസ്നാനം ഒന്നേ ഉള്ളൂ, എന്നാൽ ആത്മാവിനാൽ നിറയുക എന്നുള്ളത് വീണ്ടും വീണ്ടും ഉള്ളൊരു അനുഭവമാണ്. ആത്മസ്നാനം ദൈവത്തിൻ്റെ വാക്തത്വമാണ്. അല്ലേ? പിതാവിൻ്റെ വാക്തത്വമാണ്. ആത്മനിറവ് കർത്താവിൻ്റെ കൽപ്പനയാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആത്മസ്നാനം പ്രാപിച്ചിട്ടില്ലാത്തത് കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക, കർത്താവ് സ്നാനം തരിക എന്നുള്ളത്. ആത്മനിറവ് പ്രാപിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അല്ലാതെ കർത്താവ് അങ്ങ് ചെയ്തോളൂ എന്ന് പറഞ്ഞിരുന്നാൽ പോരാ. അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നമുക്ക് എന്ത് മനസ്സിലായി? ആത്മസ്നാനം എന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ നിറയപ്പെടുന്നത്, ആത്മാവ് നമ്മുടെ മേൽ വീഴുന്നത്. അല്ലേ? അത് കാണുകയും കേൾക്കുകയും ചെയ്യാൻ പറ്റുന്ന, തൊട്ടറിയാൻ പറ്റുന്ന ഒരു അനുഭവമാണ്. ലോകം അറിയും നിങ്ങൾ ആത്മസ്നാനം പ്രാപിച്ചാൽ. അല്ലാതെ ആരും അറിഞ്ഞില്ല, ഞാൻ മാത്രം ബാക്കിൽ ഇരുന്ന് പ്രാപിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. ഒരടയാളം കാണും, അത് നിങ്ങളുടെ വായിൽ കൂടെ വെളിപ്പെട്ട് വരും. മിക്കവാറും അത് അന്യഭാഷയായിരിക്കും. അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി രണ്ടാമത്തെ ചോദ്യത്തിൽ കിടക്കാം വളരെ വേഗത്തിൽ. ആത്മസ്നാനം സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെ ഒന്നാമതായിട്ട് ഉറപ്പ്, അഷ്വറൻസ്. അല്ലേ? അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അല്ലേ? കർത്താവ് സ്നാനപ്പെട്ടപ്പോൾ, അത് ലൂക്കോസിൻ്റെ സുവിശേഷം 3:21-22. ലൂക്കോസ് മറ്റെല്ലാ സുവിശേഷങ്ങളും വ്യത്യസ്തമായ ചില കാര്യങ്ങളൊക്കെ പറയുന്ന ആളാണ്. നിങ്ങൾക്കതറിയാമോ? ലൂക്കോസ് ആണ് ആത്മാവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രാവശ്യം പുതിയ നിയമത്തിൽ സംസാരിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികളും കൂടി എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇത്ര 100-ൽ പരം ഈ ആത്മാവെന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ലൂക്കാണ്. അപ്പോൾ ലൂക്കിനെ സാധാരണ നമ്മൾ പറയുന്നത് ഈസ് ദി തിയോളജിയൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നാണ് പുള്ളി അറിയപ്പെടുന്നത്. ഓക്കെ.
അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 3:21-22. ജനമെല്ലാം സ്നാനമേൽക്കുകയും യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ. കണ്ടോ, അത് ഒരൊറ്റ സുവിശേഷത്തില്ല. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് സ്നാനമേൽക്കാൻ പോയപ്പോൾ പ്രാർത്ഥിച്ചു. എന്തോ പ്രാർത്ഥിച്ചെന്നുള്ളത് അതിന്റെ ഉത്തരം കാണുമ്പോൾ മനസ്സിലായി എന്താ പ്രാർത്ഥിച്ചതെന്നുള്ളത്. വായിച്ചേ. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ ആത്മാവ് അവന്റെ മേൽ ഇറങ്ങി വന്നു. അവൻ അഭിഷേകം പ്രാപിച്ചു. അല്ലേ? കർത്താവ് ആത്മസ്നാനം പ്രാപിച്ചവനായിരുന്നു. അല്ലേ? എന്നിട്ട് ഉടനെ അടുത്ത സംഭവിക്കുന്ന എന്താണ്? നീ എൻ്റെ പ്രിയപുത്രൻ. അപ്പൊ ആത്മസ്നാനം പ്രാപിച്ച അടുത്തത് കർത്താവിന് സംഭവിക്കുന്ന എന്താണ്? ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ഒരു ഉറപ്പ്. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അല്ലേ? അപ്പോൾ ആത്മസ്നാനം നമുക്കും പ്രാപിക്കുമ്പോൾ ആദ്യം സംഭവിക്കുന്നതാണ് ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് വളരെ ആഴമായ ഒരു ഉറപ്പ്, ഒരു അനുഭവത്തിലൂടെയുള്ള ഉറപ്പ്. അല്ലാതെ വാക്യങ്ങളൊക്കെ വായിച്ചിട്ടുള്ള നിഗമനമല്ല, ഒരു ലോജിക്കൽ ഡിഡക്ഷൻ അല്ല. ഈ വാക്യം അത് പറയുന്നു, ആ വാക്യം അത് പറയുന്നെങ്കിൽ പിന്നെ എനിക്കും ആയിരിക്കും. അങ്ങനല്ല. എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം എന്നോട് ദൈവത്തിന് സ്നേഹമുണ്ടെന്ന്. അതെങ്ങനെ അറിയാൻ പറ്റും? റോമാലേഖനം 5:5. റോമാലേഖനം 5:5. ഇതേ കാര്യം തന്നെ നമുക്ക് നടക്കുന്നതെന്നാണ് പൗലോസ് പറയുന്നത്. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുണ്ട്. അപ്പൊ ആത്മസ്നാനം പ്രാപിക്കുമ്പോൾ എന്തോ പ്രാപിക്കുന്നത്? ദൈവസ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് ഒഴുക്കി വിടുകയാണ്. ഉണ്ടോ? അതൊരു വെറും ഒരു അറിവിന്റെ ബേസിസിലല്ല. അല്ലേ, ഞാൻ സൺഡേ സ്കൂളിൽ പോയി പഠിച്ചു ജീസസ് ലവ്സ് മീ, അതല്ല. ഇത് ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വന്ന് വസിച്ച് എനിക്ക് ഉള്ളിൽ ബോധ്യം തരികയാണ്, ഉറപ്പ് നൽകുകയാണ്. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിട്ടുണ്ട്. കർത്താവ് സ്നാനത്തിൻ്റെ അന്ന് കേട്ടത് നമ്മൾ ഉള്ളിൽ കേൾക്കും. അതുകൊണ്ടാണ് ഈ ആത്മസ്നാനം കിട്ടുമ്പോൾ പലരും തുള്ളിച്ചാടുന്നതും പോയി വിളിക്കുന്നതൊക്കെ. ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിയാൻ പറ്റുന്നു. മറ്റേത് പ്രസംഗത്തിൽ കൂടെ കേട്ടിട്ടുണ്ട്, വാചനത്തിൽ കൂടെ വായിച്ചിട്ടുണ്ട്, കേട്ടറിവും ഒക്കെ ഉള്ളൂ. ഇത് നേരിട്ട് അനുഭവിക്കാൻ പറ്റുക. ഷോക്കടിക്കുന്നവരിരിക്കും. അല്ലേ? ചിലരൊക്കെ വീണു പോകുന്നതൊക്കെ അതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ സ്നേഹം അങ്ങോട്ട് തരികയാണ്, ഇതാ പിടിച്ചോ. നമ്മളെല്ലാം തറയിൽ കിടക്കും. അല്ലേ? അതുകൊണ്ടാണ് ശരിയായിട്ട് ആത്മാഭിഷേകം പ്രാപിച്ച ആ ദിവസം നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ അറിയാം, അയ്യോ അതൊരു വല്ലാത്തൊരു ദിവസമായിരുന്നു. അല്ലേ? നമ്മുടെ കൺട്രോളൊക്കെ പോയി. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഉറപ്പ് അങ്ങോട്ട് വളർന്നു വരികയായിരുന്നു. അല്ലേ? രക്ഷയുടെ ഉറപ്പ് നമുക്ക് എങ്ങനെ പ്രാപിക്കാം? പൗലോസിന്റെ ഉത്തരം റോമാലേഖനം 8:15-16. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ എത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. കണ്ടോ, ആത്മാവിന്റെ ഒരു സാക്ഷ്യം ഉള്ളിൽ നമ്മളിങ്ങനെ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ദൈവത്തിന്റെ മകനാണ്, നീ ദൈവത്തിന്റെ മകളാണ്. അല്ലേ? ഇന്ന് ഈ ആത്മസ്നാനം വിശ്വസിക്കാത്ത സഭകൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇപ്പം നമ്മൾ പോയി ചോദിക്കുകയാണ്, ഇവാഞ്ചലിസ്റ്റ് എനിക്ക് രക്ഷ കിട്ടിയത് ശരിയാണോ അല്ലേ, എനിക്ക് ഉറപ്പുണ്ടോ? ഈ 5 വാക്യങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിക്കാം. അല്ലേ? യോഹന്നാൻ 3:16 എന്ത് പറയുന്നു? എന്നിട്ട് ബുദ്ധിപരമായൊരു നിഗമനമാണ്. അല്ലേ? ഒരു ലോജിക്കൽ ഡിഡക്ഷനാണ്. ഇവിടെ അങ്ങനല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, പുതിയ നിയമത്തിൽ എവിടെ പോയി നോക്കിയാലും ആത്മാവാണ് ഉത്തരം നൽകേണ്ടത്. അല്ലാതെ ദൈവവചനത്തിലെ വാക്തത്വങ്ങൾ അതൊക്കെ പിന്നീട്. ആത്മാവിൻ്റെ സാക്ഷ്യം പ്രാപിച്ചവന് പിന്നെ മുറുകെ പിടിക്കുക ഈ വാക്തത്വങ്ങളൊക്കെ. അല്ലേ? ഇപ്പോൾ 1 യോഹന്നാനിലും ഒക്കെ ഇത് തന്നെ പറയുന്നത്. എങ്ങനെ അറിയാം അവൻ നമ്മുടെ ഉള്ളിൽ, അവൻ നമ്മളിൽ വസിക്കുന്നു? അവൻ്റെ ആത്മാവിനാൽ നമ്മൾ അറിയുന്നു. ആത്മാവിൻ്റെ സാക്ഷ്യമാണ് എനിക്ക് രക്ഷയുടെ ഉറപ്പ് നൽകുന്നത്. ആത്മാവിൻ്റെ ഉള്ളത്തോട് സാക്ഷീകരിക്കുന്നു. എനിക്ക് ദൈവത്തെ പ്രാഗൽഭ്യത്തോടെ അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ പറ്റുന്നു. അത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? വളരെ ധൈര്യത്തോടെ പിതാവിനെ അബ്ബാ പിതാവേ. എന്തുകൊണ്ട് ഈ അബ്ബാ പിതാവേ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്? അബ്ബ എല്ലാവർക്കും അറിയാമോ? അബ്ബ എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്തു മലയാളത്തിലേക്ക്. ഇത് മാത്രം എന്തുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്തില്ല? അല്ലേ? എന്തുകൊണ്ട് ഈ അബ്ബ എന്നുള്ളതും കൂടെ അങ്ങ് ട്രാൻസ്ലേറ്റ്? അബ്ബ എന്ന് പറഞ്ഞാൽ അരമ്യ ഭാഷയിൽ പിതാവെന്ന് തന്നെയാണ്. അപ്പോൾ പിതാവേ എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പിതാവെന്ന് മാത്രം എഴുതിയാൽ പോരായിരുന്നു. അത് പൗലോസ് അവിടെ അബ്ബ എന്ന് എഴുതി. പിന്നെ പത്തേർ എന്നുള്ള യവന ഭാഷയിൽ പിതാവെന്ന് എഴുതി. അപ്പോൾ അവർ വിചാരിച്ചു അപ്പോൾ ഇവിടെ എന്തോ അരമ്യ ഭാഷയ്ക്ക് എന്തോ ഒരു പ്രസക്തിയുണ്ട്. അപ്പോൾ പിന്നെ അബ്ബ പിതാവെന്ന് നമ്മൾ എഴുതി. യവന ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന പത്തേർ പിതാവായി,
ഹബ്ബ അതുപോലെ അബ്ബ എന്ന് വെച്ചു. എന്തുകൊണ്ട് ഈ അബ്ബയ്ക്ക് പ്രസക്തി അറിയാമോ? മർക്കോസിൻ്റെ സുവിശേഷം വായിച്ചവർക്കറിയാം. ബാക്കി ഇപ്പം നമ്മൾ എടുക്കുന്നില്ല. പക്ഷേ മർക്കോസിൻ്റെ സുവിശേഷത്തിലാണ് ഏറ്റവും കൂടുതൽ അരമ്യ പദങ്ങളുള്ളത്. ഈ എഫത്ത, തക്കുമി ഒക്കെ ഉള്ളത്. അതുപോലുള്ളതാണ് അബ്ബ. മർക്കോസ് 8 തോന്നുന്നു, ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നില്ല. അബ്ബ എന്നാണ് യേശു ക്രിസ്തു പ്രാർത്ഥിക്കുമ്പോൾ പിതാവിനെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് ദൈവപിതാവിനെ അതേ പേരിട്ട് വിളിക്കാൻ പറ്റുന്നു. നമ്മൾ രക്ഷയിലൂടെ പ്രാപിച്ച ആ സ്ഥാനത്തെ സൂചിപ്പിക്കാനാണ്, അല്ലേ? അല്ലാതെ ഞാൻ പോയിട്ട് എന്താ പറയുക, സൃഷ്ടാവാം ദൈവമേ എന്നല്ല വിളിക്കുന്നത്. ഞാൻ അബ്ബ എന്നാണ് വിളിക്കുന്നത്. യേശു ക്രിസ്തുവിന് പിതാവുമായിട്ടുണ്ടായിരുന്ന അതേ അടുപ്പത്തിലേക്ക് എന്നെ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നിരിക്കുകയാണ്. ആ ഇൻറ്റിമസിയിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് രക്ഷയുടെ ഉറപ്പാണെന്ന് പറയാം. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനാൽ നമ്മളെ നിറച്ചിരിക്കും. പുത്രന് പിതാവുമായിട്ടുണ്ടായിരുന്ന അതേ ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്, അല്ലേ? ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ മകനുള്ള അതേ ബന്ധമായിരിക്കും നല്ല വീടുകളിലാണെങ്കിൽ ആ മകൻ്റെ ഭാര്യയ്ക്കും, അല്ലേ? മരുമകളെയും മകളായിട്ട് സ്വീകരിക്കുന്ന കുടുംബം ഉണ്ടെങ്കിൽ, അല്ലേ, ആ അപ്പനോടും അമ്മയോടും മകനുള്ള അതേ ബന്ധമായിരിക്കും ആ മകൾക്കും ഉള്ളത്, മരുമകൾക്കും, അല്ലേ? എന്ന് പറഞ്ഞ പോലെ നമ്മൾ കാന്തയായിട്ട് കർത്താവിനോട് ചേർന്ന് ഈ കുടുംബത്തിൽ പോയിട്ട് നമ്മുടെ അമ്മായപ്പനാണ് ഒരു രീതിയിൽ പറഞ്ഞാൽ ദൈവപിതാവ്, അല്ലേ? പക്ഷെ നമുക്ക് അപ്പനെന്ന് കയറി വിളിക്കാം, അല്ലേ? ആ ബന്ധം, ആ അടുപ്പം കടന്നു വന്നിരിക്കുന്നു. അതാണ് രക്ഷയുടെ ഉറപ്പായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളോട് സാക്ഷീകരിക്കുന്നത്. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ നേരത്തെ വായിച്ച എഫീഷ്യൻ ലേഖനം 5:18 ആത്മാവിനാൽ നിറഞ്ഞു കഴിയുമ്പോൾ എന്തോ വായിക്കൂടെ വരുന്നത്? സ്തുതി, സ്തോത്രങ്ങൾ, ഗാനങ്ങൾ, അല്ലേ? ഇന്നലെ അവിടെ പറഞ്ഞിട്ടുണ്ട്, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും കർത്താവിൽ പാട്ടുപാടും. നമ്മൾ സന്തോഷം വരും, രക്ഷയുടെ ഉറപ്പ് കടന്നു വരും. അപ്പോൾ ഈ അന്യഭാഷയൊക്കെ പ്രാപിക്കുമ്പോൾ ഇതൊക്കെ സംഭവിച്ചോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ അതെന്തോ തെറ്റായ അന്യഭാഷയാണ്, അല്ലേ? ഈ അന്യഭാഷ 3 തരത്തിലുണ്ട്. ഒന്ന് ശരിയായ അന്യഭാഷ, അല്ലേ? കർത്താവിൻ്റെ ആത്മാവ് തരുന്നൊരു അന്യഭാഷ. 2 നമുക്ക് തന്നെ കയ്യിൽ നിന്നിടുന്ന അന്യഭാഷയാണ്. നമുക്ക് തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി, അല്ലേ? ഇപ്പോൾ കാക്രി കൂക്രി കീക്രി എന്ന് പറയാനാണോ പ്രയാസം, അല്ലേ? പിള്ളേരൊക്കെ പറയുമല്ലോ, ജിബ്രിഷ് എന്ന് പറയും ഇംഗ്ലീഷ്, അല്ലേ? വായി തോന്നുന്ന എന്തൊക്കെയോ ഇങ്ങനെ പറയുമ്പം നമ്മൾ തന്നെ ജഡത്തിലുണ്ടാക്കുന്നതാണ്. 3ാമതൊരു അന്യഭാഷയുണ്ട്, അതാണ് പൈശാചിക, അല്ലേ? പൈശാചിക അന്യഭാഷകളും ഉണ്ട്. അപ്പോൾ ഇതിലേതാണെന്നുള്ളത് അറിയണമെങ്കിൽ ഇത് നോക്കിയാൽ മതി. ഉള്ളിൽ സന്തോഷം വരുന്നുണ്ടോ? അപ്പനുമായിട്ടുള്ള ബന്ധം കാരണം സന്തോഷം നിറയുന്നുണ്ടോ? ആ ഉറപ്പ് വർദ്ധിക്കുന്നുണ്ടോ രക്ഷയുടെ? ശരി. അപ്പോൾ ഒന്നാമത്തേത് രക്ഷയുടെ ഉറപ്പ്, അഷ്വറൻസ്. 2ാമത്തേത് ശക്തി. വളരെ വ്യക്തമായിട്ടുള്ള കാര്യമല്ലേ? കർത്താവ് തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 1:8 പറഞ്ഞ എന്തായിരുന്നു? നിങ്ങൾക്ക് ഉയരത്തിൽ നിന്ന് ശക്തി ലഭിച്ച് നിങ്ങൾ എൻ്റെ സാക്ഷികളാകും എന്നുള്ളത്. കർത്താവ് പോലും അഭിഷേകം പ്രാപിച്ചപ്പോൾ എന്ത് ലഭിച്ചു? അപ്പോസ്തല പ്രവൃത്തികൾ 10:38 പത്രോസിൻ്റെ പ്രസംഗമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 10:38 കൊർന്നേലിയസിൻ്റെ ഭവനത്തിൽ പോയി അഭിഷേകത്തെക്കുറിച്ചാണ് പത്രോസ് പ്രസംഗിച്ചത്. യേശുക്രിസ്തു അഭിഷേകം പ്രാപിച്ചു. എന്ത് പ്രാപിച്ചു? പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. കണ്ടോ? അത് നമ്മൾ നേരത്തെ വായിച്ചതായി. ഈ സ്നാനപ്പെട്ടപ്പോൾ ഉയരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ കർത്താവ് പ്രാപിച്ചു. അത് കഴിഞ്ഞ് അവൻ എന്തു ചെയ്തു? അവൻ പോയി അവൻ്റെ ശുശ്രൂഷകളൊക്കെ ചെയ്തു. അത് തന്നെയാണ് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഉയരത്തിൽ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ലൂക്കോസിൻ്റെ 24 അവസാനത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കും വരെ യെരുശലേം വിട്ട് പോകരുത്. അപ്പോസ്തല പ്രവൃത്തികൾ 1:8 അത് തന്നെയാണ് പറയുന്നത്, അല്ലേ? 4:33 അപ്പോസ്തല പ്രവൃത്തികൾ 4:33 മഹാശക്തിയോടെ സാക്ഷ്യം പറഞ്ഞു വന്നു. അതിന് മുമ്പാണ് അവർ പ്രാർത്ഥിക്കുന്നതും അവിടെ വീണ്ടും അവർ ആത്മാവിനാൽ നിറഞ്ഞ് അവിടെ ഭൂമി കുലുങ്ങുന്നതും ഒക്കെ. അതുപോലെ 6:8 അപ്പോസ്തല പ്രവൃത്തികൾ 6:8 സ്റ്റെഫാനോസിനെ കുറിച്ചാണ്. അതെ, സ്റ്റെഫാനോസിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി അതിന് മുമ്പ് പറഞ്ഞിരിക്കുന്നത് ആത്മാവിനാൽ നിറഞ്ഞവരെ കണ്ടുപിടിച്ചുകൊണ്ട് വരാൻ പറയുമ്പോഴാണ് സ്റ്റെഫാനോസിൻ്റെ ആദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവനും വളരെ ശക്തിയുള്ളവനായിരുന്നു, അല്ലേ? അപ്പോസ്തലൻ പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയാണ് എഫീഷ്യ ലേഖനം 3:16-17. വ്യക്തിപരമായി ഓരോ വിശ്വാസിക്കും സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. എഫീഷ്യ ലേഖനം 3:16-17 മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും
വായിച്ചാട്ടെ. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും. മതി, അത് പ്രാർത്ഥനയാണ്, പിന്നെ അങ്ങ് പോവും. ഓക്കെ, അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, ആത്മാവിനാൽ നിങ്ങളുടെ ഉള്ളത്തിൽ അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കണം. നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് ഉള്ളിൽ ശക്തി വേണം. നമ്മുടെ അകത്തെ മനുഷ്യൻ, അല്ലേ, ആ വീണ്ടും ജനിച്ച അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കും. പക്ഷെ എങ്ങനെയാണ് ശക്തി പ്രാപിക്കുന്നത്? ആത്മാവിൽ നിന്നാണ് ആ ശക്തി പ്രാപിക്കുന്നത്. അങ്ങനെ ശക്തി പ്രാപിച്ച് നമ്മൾ ബലവാന്മാരാകുമ്പോഴാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവ് നമ്മുടെ ഉള്ളത്തിൽ വസിക്കും, അല്ലേ. അതുപോലെ തന്നെ പൗലോസ് വായിക്കണമെന്നില്ല, 1 കൊരിന്ത്യർ 2:4 പറയുന്നുണ്ട്, അവൻ്റെ പ്രസംഗം ആത്മാവിൻ്റെ ശക്തിയുടെ ഒരു പ്രദർശനമായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും, അവരുടെ ജീവിതമായാലും ശുശ്രൂഷയായാലും ആദിമസഭ ആത്മാവിനാൽ നിറഞ്ഞവരായതുകൊണ്ട് ആത്മാവിനാൽ ശക്തി പ്രാപിച്ചവരായിരുന്നു, അല്ലേ. പ്രസംഗിക്കണേലൊക്കെ ഈ അഭിഷേകം വേണമെന്ന് പണ്ടത്തെ കാലത്തെ സഭാ നേതൃത്വമൊക്കെ പറയുമായിരുന്നു. ഇന്നിപ്പോൾ അതൊന്നും പറയാറില്ല. ഇന്ന് ആർക്കും സ്റ്റേജിൽ കയറാം, അല്ലേ. കഴിവും അറിവും കുറച്ച് ഗ്ലാമറും ഒക്കെ ഉണ്ടെങ്കിൽ കയറാം, അല്ലേ. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. ഞാനൊക്കെ കേട്ടിട്ടുണ്ട്, പഴയ ഉപദേശിമാരൊന്നും ഒരുത്തനെയും കയറ്റില്ല. അവിടെ അഭിഷേകം പ്രാപിച്ചവർ ശുശ്രൂഷയെ കയറിയാൽ മതി, അല്ലേ. അഭിഷേകം പ്രാപിക്കാത്തവർ അതിൻ്റെ 7 അയലത്തെങ്ങും വരണ്ടെന്നായിരുന്നു. അതെന്തുകൊണ്ടാണ്? ഇത് അപ്പോസ്തലന്മാരുടെ ഒരു മാതൃകയായിരുന്നു. എല്ലാ കാര്യവും അഭിഷേകം അല്ലെങ്കിൽ ആത്മാവിൻ്റെ നിറവിൽ. അത് 1 കൊരിന്ത്യർ 2:4 വേണം നിങ്ങൾക്ക് വായിക്കാം. എൻ്റെ പ്രസംഗം എന്തായിരുന്നു? ജഡീക ജ്ഞാനത്തിൻ്റെ ഒരു പ്രദർശനമല്ലായിരുന്നു, വാക്ചാതുര്യത്തിൻ്റെ ഒരു ബഹളമല്ലായിരുന്നു. എൻ്റെ പ്രസംഗം ആത്മാവിൻ്റെ ശക്തിയുടെ ഒരു പ്രദർശനമായിരുന്നു. അപ്പോൾ അതാണ് രണ്ടാമത്തേത്, ശക്തി പ്രാപിക്കും, അല്ലേ. നമ്മൾ പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ വളരെ ബലഹീനരായി പോകും. നമുക്ക് പാപത്തെയും ലോകത്തെയും പിശാചിനെയും ഒന്നും നേരിടാൻ വയ്യ, അനുസരിക്കാൻ വയ്യ, മുന്നോട്ട് പോകാൻ വയ്യ, മടുപ്പ്, മുഷിപ്പ്, ബോറടിക്കുന്നു, അല്ലേ. ഈ പറഞ്ഞ സന്തോഷമൊന്നുമില്ല, ഈ പിതാവെ എന്ന് വിളിക്കുന്നതിലൊന്നും വലിയ സന്തോഷമൊന്നുമില്ല. എന്താ അത് സൂചിപ്പിക്കുന്നത്? പെട്രോൾ ടാങ്ക് കാലിയാണ്, കാർ ഓടത്തില്ല, അല്ലേ. ആത്മാവിൻ്റെ ശക്തി ഉള്ളത്തിൽ പ്രാപിക്കണം, അല്ലേ. മൂന്നാമതായിട്ടുള്ളത് വളരെ കാതലായ വിഷയമാണ്. പരിശുദ്ധാത്മാവിനെ ദൈവം നൽകുന്ന എന്തിനാ? പരിശുദ്ധിയിൽ ജീവിക്കാൻ, വിശുദ്ധ ജീവിതം, അല്ലേ. അത് വളരെ എന്താ പറയുക, സാമാന്യ ബുദ്ധിയിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്, അല്ലേ. 1 തെസ്സലോനിയർ 4:3. 1 തെസ്സലോനിയർ 4:3. ഇതെല്ലാം നമ്മൾ ധ്യാനിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ടത്, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കണം. ഇതെൻ്റെ ജീവിതത്തെക്കുറിച്ചാണോ ഞാൻ ഈ വിശദീകരിച്ച് കേൾക്കുന്നതെന്ന് ചിന്തിക്കണം. 1 തെസ്സലോനിയർ 4:3. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവഹിതം നിങ്ങളുടെ ശുദ്ധീകരണമാണ്. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ്, ലൈംഗിക പാപങ്ങൾ വിട്ടൊഴിഞ്ഞ്, ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല, നിർമ്മലതയോടെ നിങ്ങൾ ജീവിക്കണം. കാമവികാരം പൂണ്ട് ജീവിക്കരുത്. അതിൻ്റെ തന്നെ 7ഉം 8ഉം. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിന് അത്രേ വിളിച്ചത്. അശുദ്ധിയിൽ ജീവിക്കാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. അടുത്ത വാക്യം, ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെയല്ല, ഈ ആജ്ഞ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെയല്ല, തന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. അപ്പൊ നമ്മള് ക്രിസ്ത്യാനികളാന്ന് പറഞ്ഞിട്ട് അശുദ്ധിയിൽ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ഈ ആജ്ഞയെ തുച്ഛീകരിക്കുകയാണ്. ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുകയാണ് നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കാൻ. നമ്മൾ അതൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് അശുദ്ധിയിൽ ജീവിക്കുകയാണ്. നമ്മൾ ദൈവത്തെ കൊച്ചാക്കുകയാണ്, തുച്ഛീകരിക്കുകയാണ്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ? അല്ലേ. 1 കൊരിന്ത്യർ 6:19 പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടായോ, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. അവിടെയും ലൈംഗിക പാപങ്ങളാണ് വിഷയം. 1 കൊരിന്ത്യർ 6:19 ഒന്ന് വായിച്ചേ. ദൈവത്തിന്റെ ദാനമായി നിങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാവുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അടുത്ത വാക്യം കൂടെ. നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വീകരിക്കണം. ലൈംഗിക പാപങ്ങൾ ജീവിക്കരുത്. പക്ഷെ അവിടെ പറഞ്ഞു വന്നത് നിങ്ങളുടെ ശരീരം എന്താകുന്നു? പരിശുദ്ധാത്മാവിൻ്റെ ആലയമാകുന്നു. ആലയത്തിന് നമ്മൾ കൊടുക്കുന്ന വിശുദ്ധി. ഇപ്പോൾ നമ്മൾ അവിടെ ഒരു ആലയം ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ പല സഭാലയങ്ങളിൽ നമ്മൾ ആലയത്തിന് കൊടുക്കുന്ന ആ വിശുദ്ധി മാന്യതയൊക്കെ നമ്മൾ ശരീരത്തിന് കൊടുക്കാറുണ്ടോ? നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ? എൻ്റെ ശരീരം ഒരു ആലയമാണെന്ന്. നമ്മൾ ചിലതൊന്നും ആലയത്തിൽ ചെരിപ്പൂരിയിടും, അല്ലേ? നമ്മളങ്ങനെ വലിയ ഈ ഭവ്യതയൊക്കെ കാണിക്കുമല്ലോ. നമ്മുടെ ശരീരത്തിൽ എങ്ങനെ ഈ ആലയം എങ്ങനെ ഇരിക്കുന്നു?
പരിശുദ്ധാത്മാവിൻ്റെ ആലയം, അത് ബൈബിൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഈ മറ്റേത് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന്. 2 or 3 പേർ കൂടുന്ന എവിടെയും ഞാൻ വരുമെന്ന് പറഞ്ഞു. അല്ലാതെ സ്ഥലമൊന്നും ഒരു പ്രസക്തിയില്ല അല്ലേ. നമ്മളാണ് ആലയം. അപ്പോൾ എൻ്റെ ശരീരം എങ്ങനെ ഇരിക്കുന്നു? ഈ ശരീരത്തിൻ്റെ ആലയത്തിൻ്റെ ഒരു മുക്ക് വേശ്യാലയമാക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 1 Corinthians 6 പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ ആലയത്തിൻ്റെ ഒരു പോർഷൻ വേശ്യാവൃത്തിക്ക് കൊടുത്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ അങ്ങനെ ഒരു ആലയം കണ്ടാൽ എന്തോ വിചാരിക്കും നമ്മൾ? ഒരു സഭാ ഹാള്, അതിൻ്റെ മൂലയിൽ ഒരു 3 മുറി രാത്രി വേശ്യാവൃത്തിക്ക് കൊടുത്തിരിക്കുക. എന്താ പറയുക, നമ്മൾ എന്തോ കാണിച്ച് വെപ്പാടാന്ന് പറയും അല്ലേ. ഇത് നമ്മൾ ശരീരത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ മനസ്സ് ലോകത്തിന് കൊടുത്തിരിക്കുന്നു അല്ലേ, എൻ്റെ കണ്ണ് ലോകത്തിന് കൊടുത്തിരിക്കുന്നു, ബാക്കിയൊക്കെ വായൊക്കെ സ്തോത്രം പറയാൻ കൊടുത്തിരിക്കുന്നു അല്ലേ. അതല്ല ഭക്തി ജീവിതം അല്ലേ, പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. അപ്പോൾ എങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കാം? അഖിലിൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ ചോദിച്ചായിരുന്നു, എങ്ങനെ നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കേണ്ടത്? ഇന്നാണ് അതിൻ്റെ ഉത്തരം. പരിശുദ്ധാത്മ നിറവിലാണ് അതിൻ്റെ ഉത്തരം ഇരിക്കുന്നത് അല്ലേ. എങ്ങനെയാണ് ക്രിസ്തീയ വിശ്വാസപ്രകാരം പാപത്തെ നമ്മൾ അതിജീവിക്കേണ്ടത്? അല്ലാതെ പാപം പല രീതിയിൽ നമുക്ക് ഒഴിവാക്കാം. പാപത്തെ ചിലതൊക്കെ അങ്ങ് ഒഴിവാക്കിയ പാപമൊന്നും ചെയ്യാതിരിക്കും, പക്ഷേ ഉള്ളിലെ പാപം അവിടെ കിടക്കും അല്ലേ. അങ്ങനത്തെ സൈക്കോളജിക്കൽ ടെക്നിക്കുകളല്ല. എങ്ങനെയാണ് പരിശുദ്ധാത്മ നിറവിൽ നമ്മൾ പാപത്തെ അതിജീവിക്കേണ്ടത്? റോമാലേഖനം 8:2. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഈ വാക്യത്തിന്റെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ ആ പദങ്ങളുടെ ക്രമം എനിക്ക് യോജിപ്പില്ല. കാരണം അത് യവന ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ്. ആത്മാവിൻ്റെ പ്രമാണമായ ക്രിസ്തുയേശുവിൻ്റെ ജീവൻ എന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. അപ്പോൾ ആത്മാവിനൊരു പ്രമാണമുണ്ട്, അത് ഒരു ജീവനാണ് അല്ലേ, ഒരു തുടിക്കുന്ന ജീവനാണ് അല്ലേ, ഒരു ശക്തിയാണത്. അതെന്താണ്? യേശു ക്രിസ്തുവിൻ്റെ ജീവനാണ് അല്ലേ. യേശു ഭൂമിയിൽ വിശുദ്ധനായി ജീവിച്ചവനാണ്. ആ ജീവൻ എനിക്ക് ആത്മാവിനാൽ പകർന്നു നൽകുമ്പോൾ എനിക്കെന്ത് പറ്റും? പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ലഭിക്കും. അപ്പോൾ എങ്ങനെ പാപത്തെ അതിജീവിക്കണ്ടേ? ആത്മസ്നാനത്തിലൂടെ, ആത്മനിറവിലൂടെ കർത്താവിൻ്റെ ജീവനുമായിട്ട് നിങ്ങളൊരു പങ്കാളിത്തം അനുഭവിക്കണം. അപ്പോഴേ പാപത്തിൽ നിന്നുള്ള ശരിയായ സ്വാതന്ത്ര്യം പ്രാപിക്കും. ക്രിസ്തീയ മാർഗത്തിലൂടെയുള്ള ശരിയായ പാപത്തിൽ നിന്നുള്ള ബാക്കിയെല്ലാം ഈ ഉരുട്ടുവിദ്യയാണ്. അതൊന്നും സ്ഥായിയായ വിശുദ്ധീകരണം ഉളവാക്കത്തില്ല അല്ലേ. അതേ അധ്യായത്തിൽ തന്നെ അതിൻ്റെ 11ാമത്തെ വാക്യം, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ഇത് പലപ്പോഴും ഈ സൗഖ്യത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ പറയുന്നത് പാപത്തിൽ നിന്നുള്ള വിടുതലിനെ കുറിച്ചാണ്. റോമാലേഖനം 6 തുടങ്ങുന്നത് എങ്ങനെയാണ്? നീതീകരണമൊക്കെ ലഭിച്ച് ഇനിയിപ്പോൾ പാപം ചെയ്തങ്ങ് ജീവിക്കാൻ പറ്റുമോ? അല്ലല്ലല്ലല്ല, വിശുദ്ധ ജീവിതം നയിക്കണം. പാപത്തിന് മരിച്ചവരാണ് നമ്മൾ. സ്നാനപ്പെട്ടപ്പോൾ ആ മരണമാണ് നമ്മൾ സൂചിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എങ്ങനെയെന്നുള്ളിടത്ത് പറയുകയാണ്, ഉയിർപ്പിൻ്റെ ആത്മാവ് ഉള്ളിൽ വസിക്കുന്നെങ്കിൽ കർത്താവിനെ മരണപാശങ്ങളിൽ നിന്ന് ഉയർപ്പിച്ച അതേ ശക്തി എൻ്റെ മർത്യ ശരീരത്തിൽ, എൻ്റെ അവയവങ്ങളിൽ വ്യാപരിച്ച് എന്നെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഉയർത്തും. എല്ലാ ദിവസവും ഉയർപ്പിൻ്റെ ശക്തി ഞാൻ എൻ്റെ ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കേണ്ട വ്യക്തിയാണ്. എല്ലാ അവയവങ്ങളും, ഇത് നമ്മുടെ പ്രാർത്ഥനയായിരിക്കണം. രാവിലെ എഴുന്നേറ്റ് ആദ്യത്തെ പ്രാർത്ഥന ഇതായിരിക്കണം, പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ചാട്ടെ, ആത്മാവിൻ്റെ പ്രമാണമായ ക്രിസ്തുയേശുവിൻ്റെ ജീവൻ എനിക്ക് തരണം, എൻ്റെ എല്ലാ അവയവങ്ങളിലും ഈ ശക്തി വ്യാപരിച്ച് ഇന്ന് പാപം ചെയ്യാതെ എനിക്ക് ജീവിക്കണം. പാപത്തിൻ്റെ അധീനതയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പ്രായോഗിക ജീവിതത്തിൽ അനുഭവിച്ച് എനിക്ക് ജീവിക്കണം. ഇന്ന് അങ്ങനെ ജീവിക്കാൻ പറ്റും. അപ്പോഴാണ് ശരിയായ വിശുദ്ധ ജീവിതം. ആ വിശുദ്ധ ജീവിതം നമ്മളെ ഒരിക്കലും അഹങ്കാരത്തിലേക്ക് കൊണ്ടുപോകത്തില്ല. കാരണം വേറെ ആരോണ്ടോ വന്ന് എൻ്റെ ശരീരത്തിൽ വസിച്ച് ഉളവായ വിശുദ്ധിയാണ്. അല്ലാതെ ഞാൻ പങ്കപ്പാടുപെട്ട് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഉണ്ടാക്കിയതാണ് എനിക്ക് വലിയ അഹങ്കാരം വരും. ഇത് ആരാണ്ടോ വന്ന് എന്നിക്കൂടെ ജീവിച്ചങ്ങ് പോയി. ആരാണ്ടോ അല്ല, കർത്താവായ യേശു ക്രിസ്തു അല്ലേ. അങ്ങനെ അവൻ നമ്മുടെ ഉള്ളത്തിൽ വാസം ചെയ്താണ് നമ്മൾ വിശുദ്ധീകരണത്തിൽ നമ്മൾ വളരുന്നത്. ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചിട്ട് പോകട്ടെ. ഈ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ആത്മാവ് എന്നുള്ള വാക്ക് നമ്മുടെ പുതിയ നിയമത്തിൽ ഏറ്റവും ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? മത്തായി 1 മത്തായി 1:18 നിങ്ങൾ വായിക്കണമെന്നില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് മറിയയുടെ
ഉദരത്തിലുള്ള കുഞ്ഞ് ആത്മാവിനാൽ ഉളവായതാകുന്നു. അല്ലേ? 1:18 എന്താ കിട്ടിയോ? എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം വിവരണമായിരുന്നു. ആ, അവന്റെ അമ്മയായ മറിയ യോസേഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുൻപേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവിടാണ് പരിശുദ്ധാത്മാവെന്നും ആത്മാവെന്നുള്ള വാക്ക് ആദ്യമായിട്ട് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ എന്ത് പശ്ചാത്തലം ഉപയോഗിച്ചിരുന്നത്? യേശുവിനെ ഉളവാക്കി. അല്ലേ? ഇത് തന്നെയാണ് പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിലും വന്ന് ഉളവാക്കുന്നത്. യേശുവിൻ്റെ സ്വഭാവം നമ്മളിൽ ഉളവാക്കും. യേശുവിൻ്റെ സ്വഭാവം നമ്മളിലൂടെ പുറത്തു വരുമ്പോഴാണ് അതിനെ എന്ത് പറയുന്നത്? ആത്മാവിൻ്റെ ഫലം. നിങ്ങൾ ആത്മാവിൻ്റെ ഫലം എടുത്ത് വായിച്ചു നോക്കുക. അത് യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ് എഴുതി വെച്ചിരിക്കുന്നത്. അല്ലേ? ഇപ്പോൾ സ്നേഹം, സന്തോഷം, സമാധാനം എല്ലാം എടുത്ത് വായിച്ചു നോക്കിയേ, എല്ലാം യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നിട്ട് ചെയ്യുന്ന പ്രവൃത്തി ഇതാണ്. ആത്മാവിനാൽ നമ്മൾ യേശുവിനോട് അനുരൂപമാകുക. അല്ലേ? പക്ഷെ അത് എങ്ങനെ സംഭവിക്കുന്നത്? യേശുവിൻ്റെ തന്നെ ജീവൻ നമ്മുടെ ഉള്ളിൽ വരണം. അല്ലാതെ എൻ്റെ ജീവനും വെച്ചുകൊണ്ട് പറ്റത്തില്ല. യേശുവിൻ്റെ ജീവൻ എൻ്റെ ഉള്ളിൽ കടന്നു വന്ന് അവൻ്റെ ജീവൻ്റെ പങ്കാളിയായി ഞാൻ മാറുമ്പോൾ, ഉയിർപ്പിൻ്റെ ശക്തി എന്നിൽ വ്യാപരിക്കുമ്പോൾ പാപത്തെ അതിജീവിക്കുവാൻ കഴിയും. അല്ലെ? ഞാൻ യൗവനക്കാരോട് സ്ഥിരം പറയുന്നതാണ്, ഏത് പാപവും അതിൻ്റെ പ്രലോഭനം അതിജീവിക്കുവാൻ കഴിയും. ഒരൊറ്റ പ്രലോഭനമില്ല ഈ ശക്തിയാൽ അതിജീവിക്കുവാൻ കഴിയാത്തത്. നിങ്ങൾ ആരെങ്കിലും, എനിക്കറിഞ്ഞൂടെ, നിങ്ങളുടെയൊക്കെ വ്യക്തിപരമായ ജീവിതം പാപത്താൽ വളരെയധികം കഷ്ടപ്പെടുകയാണെങ്കിൽ ഏത് പാപത്തെ അതിജീവിക്കുവാൻ കഴിയും. ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ച കാര്യമാണ് ഈ പറയുന്നത്. ഏത് പാപവും, എത്ര വലിയ പ്രയാസവും, പാപം എന്ന് പറയുമ്പോൾ എല്ലാ വിഷയവും അതിനകത്ത് വരും. ദൈവഹിതം ചെയ്യാൻ കഴിയാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഏത് വിഷയവും പാപമാണ്, അനുസരണക്കേടാണ്. അത് അതിജീവിക്കുവാൻ ഈ ശക്തിയാൽ കഴിയും. പക്ഷെ നിങ്ങൾ ഈ ആത്മാവിനാൽ നിറയണം, അങ്ങനെ വിശുദ്ധീകരണത്തിൽ വളരണം. നാലാമതായിട്ട് നിങ്ങൾ പൊതുവെ കേൾക്കാത്തൊരു കാര്യമായിരിക്കും, ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന നാലാമത്തെ കാര്യമാണ് വിശ്രമം. അല്ലേ? കഴിഞ്ഞ 4 പ്രാവശ്യവും ഞാൻ ഇതിങ്ങനെ പറയുന്നുണ്ട്, എബ്രായർ 4 കൊണ്ടുവച്ച്. അല്ലേ? എന്താണ് ഇതിൻ്റെ ഒരു ഗുട്ടൻസ്? അല്ലേ? ഇത് പറയാനായിട്ട് വിശ്രമം എന്നുള്ളതിന് പകരം വേണമെങ്കിൽ ദൈവിക സംസർഗം എന്നോ കൂട്ടായ്മയെന്നൊക്കെ പറയാം. പക്ഷേ വിശ്രമം എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക അർത്ഥമുണ്ട്. എഫീസ്യ ലേഖനം 2:18 ഒന്ന് വായിച്ചേ. എബ്രായർ 4 പതുക്കെ പോവാം. എഫീസ്യ ലേഖനം 2:18. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിലേക്ക് പ്രവേശനമുണ്ട്. പിതാവിലേക്കുള്ള പ്രവേശനം ഏകാത്മാവിനാലാണ്. നമുക്ക് ദൈവവുമായിട്ടുള്ള സംസർഗവും കൂട്ടായ്മയും, ഫെലോഷിപ്പ് ആൻഡ് കമ്മ്യൂണിയൻ ആത്മാവിലൂടെയാണ്. ദൈവവുമായിട്ട് നമ്മൾ കൂട്ടായ്മയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കെന്ത് സംഭവിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ആത്മീകമായിട്ട് വിശ്രമം സംഭവിക്കും. അതാണ് സംഭവിക്കുന്നത്. നമുക്കൊരു സ്വസ്ഥത ലഭിക്കും. അല്ലേ? അത് മനസ്സിലാക്കണേ, കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം. കാരണം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ കടന്നു വരുന്നത് യേശുവിൻ്റെ ജീവൻ നമ്മളിൽ ഉളവാക്കാനാണ്. ഇത് ഉളവാക്കാൻ പറ്റാത്തതിൻ്റെ കാരണം പലപ്പോഴും നമ്മളിങ്ങനെ വഴി കയറി നിൽക്കുക. എൻ്റെ ശരീരത്തിൽ എൻ്റെ ജീവൻ അങ്ങ് വ്യാപരിച്ചാൽ മതി എന്നും പറഞ്ഞ് നമ്മൾ സ്വമേധ നമ്മുടെ ഇഷ്ടപ്രകാരം നടക്കുകയാണെങ്കിൽ യേശുവിൻ്റെ ജീവനൊന്നും വെളിപ്പെട്ട് വരികയില്ല. അല്ലേ? അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 15:5 നമ്മൾ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ, ആത്മാവ് നമ്മുടെ ഉള്ളത്തിൽ കടന്നു വന്ന് ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ വളരെ ഫലം കായ്ക്കും. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുമെങ്കിൽ. അല്ലേ? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു പരിശുദ്ധാത്മാവ് വന്ന് അവൻ എന്നിൽ വസിക്കുന്നവനാക്കി മാറ്റും. അല്ലേ? യേശു ക്രിസ്തുവിൻ്റെ ജീവൻ എന്നിൽ വസിക്കുന്നു. അപ്പം ഞാൻ പക്ഷെ എന്ത് ചെയ്യണം? ഞാൻ അവനിൽ വസിക്കണം. അതാണ് വിശ്രമം. ഇതിൻ്റെ മറുവശമാണത്. എന്നിൽ കർത്താവ് വ്യാപരിച്ച് അവൻ്റെ ക്രിയ ചെയ്ത് വിശുദ്ധി ഉളവാക്കുമ്പോൾ ഞാൻ മറഞ്ഞിരിക്കണം, ഞാൻ അവനിൽ അടങ്ങിയിരിക്കണം, ഞാൻ അവനിൽ വിശ്രമിക്കണം. അല്ലാതെ എൻ്റെ ഹിതവും വേണം അവൻ്റെ ഹിതവും വേണം, 2 ഹിതവും കൂടെ നടക്കത്തില്ല. അല്ലേ? അത് ജഡവും ആത്മാവും രണ്ടും കൂടെ പറ്റത്തില്ലെന്ന് പറയുന്ന പോലെ. അല്ലേ? അപ്പം ഞാൻ എന്നെ തന്നെ നിഷേധിച്ച് ക്രൂശെടുത്ത് മാറിക്കൊടുക്കണം. ദൈവത്തിന് എൻ്റെ ഉള്ളത്തിൽ പ്രവർത്തിച്ച് അവൻ്റെ വിശുദ്ധിയും അവൻ്റെ പ്രവൃത്തിയും ചെയ്യുവാൻ ഇടം കൊടുക്കണം. ഇതിൻ്റെ ഒരു മാതൃക കർത്താവ് നമുക്ക് കാണിച്ചിട്ടുണ്ട്. യോഹന്നാൻ 14:10 ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നുവെന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് എന്റെ പ്രവൃത്തി ചെയ്യുന്നു. കണ്ടോ? കർത്താവിൻ്റെ ജീവിതം അങ്ങനെ ആയിരുന്നു. പിതാവ് എന്നിൽ വസിച്ച് പിതാവിൻ്റെ ഹിതം ചെയ്യുന്നു. ഞാൻ സ്വമേധം ഒന്നും ചെയ്യുന്നില്ല, സ്വമേധം ഒന്നും പറയുന്നില്ല. അല്ലേ? അതാണ് നമ്മുടെ മാതൃക. 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ.
എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിക്കുവാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറെ നേരം കഴിഞ്ഞാലും ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്നറിയും. ഞാൻ എൻ്റെ ഹിതമല്ല ദൈവഹിതത്തിനായി എന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഞാൻ സ്വമേധ തോന്നുന്നു പറയത്തില്ല, സ്വമേധ പറയുന്ന ചെയ്യത്തില്ല, അല്ലേ? എൻ്റെ സ്വയഹിതം ഞാൻ ക്രൂശീകരിച്ച് മാറ്റിവെച്ചു. പകരം എന്ത് ചെയ്യുന്നു? കർത്താവ് എന്നിൽ വന്ന് ആത്മാവിൻ്റെ പ്രമാണം എന്ന് പറയുന്ന യേശുവിൻ്റെ ജീവൻ എന്നിൽ വ്യാപരിച്ച് അവൻ ക്രിയേറ്റ് ചെയ്ത് അവൻ പ്രവർത്തിക്കുന്നു. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാതൃക. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ യോഹന്നാൻ 14:16 മുതൽ 20 വരെയുള്ള വാക്യത്തിൽ നമ്മൾ കണ്ടു, ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും ആകുവാൻ ഞാനൊരു സഹായകനെ നിങ്ങൾക്ക് അയച്ചു തരും, നിങ്ങളെ ഞാൻ അനാഥരായിട്ട് വിടുകയില്ല എന്നല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ രത്ന ചുരുക്കം. നമുക്ക് കർത്താവിലാകുവാനും കർത്താവിൽ നമ്മളിലാകുവാൻ, ഞാൻ അവനിലും അവൻ എന്നിലും ആകുവാനുള്ള മാർഗം പരിശുദ്ധാത്മാ. അവൻ എന്നിൽ വസിക്കുമ്പോൾ വിശുദ്ധീകരണം, ഞാൻ അവനിൽ വസിക്കുമ്പോൾ വിശ്രമം, അല്ലേ? ഈ വിശ്രമം പ്രാപിച്ചോ? നിങ്ങളുടെയൊക്കെ ക്രിസ്തീയ ജീവിതം ഒരു മൽപ്പിടുത്തമാണോ അതോ ഒരു സ്വസ്ഥതയാണോ? വിശുദ്ധീകരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ട്രഗിളാണോ അതോ ഒരു സബ്മിഷനാണോ? പല വിശ്വാസികളും ഇങ്ങനെ കടുംപിടുത്തമൊക്കെ പിടിച്ച് ഒരു തുള്ളിപ്പാല് കിട്ടും ഞെക്കിപ്പൊട്ടിക്കുമ്പോൾ. അതാണോ വിശുദ്ധീകരണത്തിൻ്റെ നിങ്ങളുടെ അനുഭവം? അതോ അവനിൽ വസിക്കുന്നു, അവന്താ അവിടെ ഇവിടെയൊക്കെ ഓരോരോ ഫലങ്ങളൊക്കെ ഉളവാക്കി തരുന്നു, ഞാനൊന്നും അറിയുന്നില്ല, അല്ലേ? ഇപ്പം കൊമ്പ് അല്ലെങ്കിൽ ആ ചില്ല അവിടെ മുന്തിരിവള്ളിയിൽ ഇരിക്കുമ്പം ഇങ്ങനെ മുക്കിക്കൊണ്ടിരിക്കണം, അയ്യോ എപ്പോൾ വരും ഫലം എപ്പോൾ വരും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അതോ അത് സ്വമേധ വന്നോളും, അല്ലേ? അങ്ങനെ ഒരു റെസ്റ്റ് നിങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടോ? അതാണ് ഈ നേരത്തെ വായിച്ച റോമലേഖനം 8 വായിച്ചതിൻ്റെ മറുവശം. കർത്താവിൻ്റെ ജീവൻ എന്നിൽ വ്യാപരിക്കണമെങ്കിൽ ഞാൻ വിശ്രമിക്കണം, വിശ്വാസത്താൽ വിശ്രമിക്കണം. അതുകൊണ്ടാണ് എബ്രായർ 4 എപ്പോഴും നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. വിശ്വാസത്താൽ അവൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ ഒരു വാഗ്ദത്തം കിടക്കയാൽ നമ്മൾ ആരും അത് നഷ്ടപ്പെടുത്തി കളയരുത്, അല്ലേ? മുന്നമേ ഉള്ള തലമുറയ്ക്കും അത് പ്രസ്താവിച്ചിരുന്നു, മരുഭൂമിയിലെ തലമുറയ്ക്ക്. പക്ഷേ അവരത് കളഞ്ഞു കുളിച്ചു, കാരണം അവർ വിശ്വാസത്താൽ ഏറ്റെടുത്തില്ല. എബ്രായർ 4:10 പറഞ്ഞിരിക്കുന്നു, കർത്താവ് തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് സ്വസ്ഥതയിൽ പ്രവേശിച്ചതുപോലെ സൃഷ്ടിയുടെ 7-ാം നാള് നമ്മളും പ്രവൃത്തികളിൽ നിന്ന്, കണ്ടോ, ഈ മുക്കിപ്പിടിച്ചും സ്ട്രഗിൾ ചെയ്തല്ല വിശുദ്ധീകരണം, നമ്മൾ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് അവനിൽ വസിക്കുമ്പോഴാണ് വിശുദ്ധീകരണം. അത് രക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന കാര്യം മാത്രമല്ല, ഈ രക്ഷയുടെ വളർച്ച ശുദ്ധീകരണത്തിലും ആ തത്വം അതുപോലെ തന്നെയാണ്. പ്രവൃത്തികളിൽ നിന്ന് വിരമിക്കണം. ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരണത്തിൽ വളർത്തുവാൻ നോക്കുന്ന എൻ്റെ സ്വയ ആശ്രയത്തിലുള്ള പ്രവൃത്തികൾ ഞാൻ വിരമിക്കണം, എന്നിട്ട് അവനിൽ വസിക്കണം, അവനിൽ വിശ്രമിക്കണം. ഇത് പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. ഞാൻ അവനിലും അവൻ എന്നിലും. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് മിക്കവാറും ഒരു വിശ്വാസികൾക്കും ഇതൊന്നും അനുഭവിച്ചറിഞ്ഞിട്ടില്ല. അവർ ഭയങ്കര റെസ്റ്റ്ലെസ് ആണ് ഉള്ളിൽ. എങ്ങനെ വിശുദ്ധീകരണമൊക്കെ എങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ പോകുന്നു. പിന്നെ ഈ രക്ഷിക്കപ്പെട്ടവരുടെ കുടുംബത്തിലാണ് താമസിക്കുന്നത്. അപ്പനും അമ്മയും ചേട്ടനും എല്ലാം രക്ഷിക്കപ്പെട്ടതായതുകൊണ്ട് പല പാപങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല, സാഹചര്യമില്ല. അതുകൊണ്ട് വിശുദ്ധനായിട്ടൊക്കെ തോന്നും, അല്ലേ? അതുകൊണ്ട് അങ്ങനെയൊക്കെ പോകുന്നു. എന്നെപ്പോലെ വല്ല എൻ്റെ കുടുംബത്തിലെല്ലാം ജീവിച്ചിരുന്നെങ്കിൽ എപ്പോൾ പാവിയായെന്ന് ചോദിച്ചാൽ മതിയായിരുന്നു, അല്ലേ? അതിങ്ങനെ ഈ ജഡത്തിൻ്റെതായ മുക്കൽ കൊണ്ടുള്ള ശുദ്ധീകരണമല്ല ഇവിടെ പഠിപ്പിക്കുന്നത്. വസിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ഫലം കായ്ക്കും. അപ്പോൾ ആത്മാവിനാൽ നിറഞ്ഞ് നമ്മൾ വിശുദ്ധീകരണത്തോടൊപ്പം വിശ്രമവും പ്രാപിക്കണം. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഇരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോട്ടെ. അവസാനമായിട്ടുള്ളതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ആത്മാവിനാൽ നിറയുമ്പോൾ എന്ത് പറ്റും? ആശ്ചര്യപൂർണമായ അമാനുഷികമായ ശുശ്രൂഷകൾ ചെയ്യാൻ പറ്റും, അല്ലേ? ആത്മവരങ്ങൾ. പൊതുവെ ഇത് മാത്രമേ പറയാറുള്ളൂ. ആത്മനിറവ് പ്രാപിച്ചു, ആത്മവരങ്ങൾ, അല്ലേ? ഈ നേരത്തെ പറഞ്ഞ രക്ഷയുടെ സുരക്ഷ, അല്ലേ? ശക്തി എന്ന് പറഞ്ഞാൽ സാക്ഷികളായി ജീവിക്കുവാനുള്ള ശക്തി. പിന്നെ കണ്ടു വിശുദ്ധീകരണം, പിന്നെ കണ്ടു വിശ്രമം. എല്ലാം കഴിഞ്ഞ അവസാനമാണ് ഞാൻ പറയുന്നത്, നമുക്ക് ശുശ്രൂഷ ചെയ്യുവാനുള്ള
സൂപ്പർ നാച്ചുറൽ മിനിസ്ട്രി അല്ലേ, പവർ, ഗിഫ്റ്റ്സ് ഓഫ് ദ സ്പിരിറ്റ് അല്ലേ, ആത്മാവിൻ്റെ വരങ്ങൾ. ഒരുപാട് വാക്യങ്ങളുണ്ട്, എന്നാൽ ഒരു വാക്യം വായിക്കാം. ലൂക്കോസിൻ്റെ 4:18. കർത്താവിനെ അഭിഷേകം ചെയ്തത് എന്തിനായിരുന്നു? ശുശ്രൂഷ ചെയ്യുവാൻ അല്ലേ. നേരത്തെ കണ്ട ആ സ്നാനത്തിൻ്റെ ശുശ്രൂഷ കഴിഞ്ഞ് അവൻ സ്നാനപ്പെട്ടപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ അഭിഷേകം പ്രാപിച്ചു. അത് കഴിഞ്ഞ് അവൻ മരുഭൂമിയിൽ പോയി പരീക്ഷ പ്രാപിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള വേദഭാഗമാണിത്. അവൻ തൻ്റെ പള്ളിയിൽ പോയപ്പോൾ സംഭവിച്ച കാര്യം. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേൽ ആവസിക്കുന്നു. ഞാൻ എന്തിനു വേണ്ടിയിട്ട്? ശുശ്രൂഷ ചെയ്യുവാൻ, സുവിശേഷം അറിയിക്കാൻ വേണ്ടി എനിക്ക് അഭിഷേകം ലഭിച്ചിരിക്കുന്നു. തുടർന്ന് വായിച്ചാട്ടെ. പീഡിതന്മാരെ വിടുവിച്ചയക്കുവാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു. യേശുക്രിസ്തു ഈ അഭിഷേകം പ്രാപിക്കുന്നതിന് മുമ്പേ ഒരൊറ്റ അത്ഭുതം പ്രവർത്തിച്ചിട്ടില്ല, ഒരു സൗഖ്യവും കൊടുത്തിട്ടില്ല, ഒരു പ്രസംഗവും പ്രസംഗിച്ചിട്ടില്ല. കാരണം എന്തായിരുന്നു? യേശുക്രിസ്തു പ്രസംഗം പ്രസംഗിച്ചതും അത്ഭുതം പ്രവർത്തിച്ചതും വിടുതൽ പ്രവർത്തിച്ചതും സൗഖ്യം പ്രവർത്തിച്ചതും മനുഷ്യനായിട്ടാണ്, ദൈവമായിട്ടല്ല. അത് നിങ്ങൾക്കറിയാമോ? ദൈവമായിട്ടല്ല അവൻ ഒരു ശുശ്രൂഷയും ചെയ്തത്. അവന് അഭിഷേകം വേണമായിരുന്നു. അതുകൊണ്ടാണ് ലൂക്കോസ് 5:17 വായിച്ചേ. ലൂക്കോസ് 5:17. അവനൊരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹൂദയിലുമുള്ള സകല ഗ്രാമങ്ങളിൽ നിന്ന് യെരൂശലേമിൽ നിന്നും വന്ന പരീക്ഷന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. കണ്ടോ, സൗഖ്യമാക്കുവാനുള്ള കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ തൃത്വത്തിലെ രണ്ടാമനാണെന്നുള്ളത് വെച്ചിട്ടല്ല അവൻ സൗഖ്യപ്പെടുത്തത്. അങ്ങനെയാണെങ്കിൽ ശക്തി വരേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി ഉണ്ട്. ഇത് മനുഷ്യനായിട്ട് അഭിഷേകം പ്രാപിച്ചാണ് ഈ സൗഖ്യവും ഈ ശുശ്രൂഷകളെല്ലാം ചെയ്തത്. അതുകൊണ്ടാണ് യോഹന്നാനി പിന്നെ കർത്താവ് പറയുന്നത്, ഞാൻ ചെയ്ത പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും. അവൻ ദൈവമായിട്ട് ചെയ്തതാണെങ്കിൽ അയ്യോ നമ്മൾ ദൈവമല്ല. കണ്ടോ, അപ്പോൾ അഭിഷേകം പ്രാപിച്ചവൻ എന്ന് പറയുവാനുള്ള ഏറ്റവും വലിയ മാതൃകയാണ് കർത്താവ് അല്ലേ. അവൻ സൗഖ്യം ചെയ്തത് എന്തുകൊണ്ടാണ്? കർത്താവിൻ്റെ ശക്തി അവനോട് കൂടിയിരുന്നു. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ വായിക്കണമെന്നില്ല, അപ്പോസ്തല പ്രവൃത്തികൾ 10:38 പത്രോസിൻ്റെ പ്രസംഗത്തിൽ വായിച്ചത്, അവൻ യേശുക്രിസ്തുവിനെ, നസ്രയനായ യേശുക്രിസ്തുവിനെ ആത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. എന്നിട്ട് അവൻ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തു. കണ്ടോ, ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ടാണ് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നു. പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കി, വിടുതലും സൗഖ്യമൊക്കെ അവൻ പ്രവർത്തിച്ചത് ദൈവം അവനോട് കൂടെ ഇരുന്നു. നേരത്തെ നമ്മൾ വായിച്ചു, പിതാവ് എന്നിൽ വസിച്ചു ചെയ്യുന്നു. പിന്നെ പറഞ്ഞു അഭിഷേകം ലഭിച്ചിരിക്കുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഈ ശുശ്രൂഷയിൽ നമ്മൾ ചെയ്യേണ്ട, ഇപ്പോൾ പ്രസംഗം തൊട്ട് അപ്പോസ്തലനായ പൗലോസും പറഞ്ഞു എൻ്റെ പ്രസംഗം ആത്മാവിൻ്റെ പ്രദർശനമായിരുന്നു, ആത്മശക്തിയുടെ അല്ലേ. നമ്മൾ ശുശ്രൂഷ ചെയ്യേണ്ട എല്ലാ കാര്യവും നമുക്ക് സ്വയം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. വചനം ശുശ്രൂഷിക്കുക, രോഗശാന്തി കൊടുക്കുക, വിടുതൽ, സുവിശേഷം അറിയിക്കുക, രക്ഷിക്കപ്പെടുത്തുക, ഇതൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. ഇതിന് കർത്താവിൻ്റെ ശക്തി നമ്മളോട് കൂടിയിരിക്കണം. അതിനാണെന്ത്? അഭിഷേകം അല്ലേ. എന്നെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നാണ് കർത്താവ് വായിച്ചു തുടങ്ങിയത് അല്ലേ. വായിക്കണമെന്നില്ല, 2 കൊരിന്ത്യർ 1:21-22 പറഞ്ഞിട്ടുണ്ട്, നമ്മെ അഭിഷേകം ചെയ്യുന്നതും ദൈവമാണ്. അപ്പോൾ അഭിഷേകം യേശുക്രിസ്തുവിന് മാത്രമല്ല നമുക്കുമുണ്ട് അല്ലേ. അവൻ നമുക്ക് അഭിഷേകം നൽകി നമുക്ക് പല വിധത്തിലുള്ള എന്താ പറയുക കൃപാവരങ്ങൾ നൽകും. എല്ലാവരും എല്ലാ കൃപാവരം, ഇപ്പം എനിക്കിപ്പോൾ അഭിഷേകം ലഭിച്ച ഉടനെ ഞാൻ പോയി രോഗശാന്തി ചെയ്യണമെന്നൊന്നുമില്ല. എനിക്ക് കിട്ടേണ്ട കൃപാവരം എന്താണോ അത് കിട്ടും, അതിൽ ഞാൻ വ്യാപൃതനാകും അല്ലേ. അപ്പോൾ അങ്ങനെ 5 കാര്യങ്ങൾ ആത്മാഭിഷേകത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. രക്ഷയുടെ ഉറപ്പ്, സന്തോഷം അല്ലേ. അതുപോലെ രണ്ടാമത് കണ്ടു ശക്തി, സാക്ഷികളാകാനുള്ള ശക്തി. മൂന്നാമത് വിശുദ്ധ ജീവിതം, ആത്മാവിലൂടെ യേശുവിൻ്റെ ജീവൻ്റെ പങ്കാളിത്തം വഹിച്ചുകൊണ്ടുള്ള പാപത്തിൻ്റെ മേലുള്ള ജയജീവിതം അല്ലേ. വിശ്രമം, കർത്താവിലാണ് ഞാൻ വസിക്കുന്നത്, വിശ്രമിക്കുന്നത്. അവസാനമായിട്ട് ശുശ്രൂഷയിൽ എനിക്ക് അമാനുഷികമായിട്ടുള്ള, ആശ്ചര്യപൂർണമായിട്ടുള്ള, അത്ഭുതകരമായ ശക്തി, എനിക്ക് സ്വമേധ ചെയ്യാൻ പറ്റാത്തതൊക്കെ ചെയ്യാൻ പറ്റുന്നു. ഇനിയുള്ളത് ഞാൻ അങ്ങ് ഓടിച്ച് പറയാൻ പോവാണ്, നമുക്ക് സമയമില്ല. പരിശുദ്ധാത്മാവെന്ന വ്യക്തിയോട് നമ്മൾ ചെയ്യേണ്ട 3 കർത്തവ്യങ്ങൾ ഞാൻ വെറുതെ പറയാൻ പോവാണ്, സമയമില്ല. ഒന്നാമതായിട്ടുള്ളത് റോമാലേഖനം 8:13 ആത്മാവിനാൽ നാം ജീവിക്കണം. ആത്മാവ് ജീവൻ നൽകുന്നു എന്ന് കണ്ടു, പക്ഷെ ഇനി ആത്മാവിനാൽ നാം ജീവിക്കണം. വായിക്കാവോ? കിട്ടിയെങ്കിൽ വായിക്കാവോ? നിങ്ങൾ ജഡം അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ആത്മാവിനാൽ ശരീരത്തിന്റെ ദുഷ്പ്രവൃത്തികളെ ദണ്ഡിപ്പിക്കുന്നുവെങ്കിൽ, മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ
ജീവിക്കും. അപ്പോൾ ആത്മാവിനാൽ ഈ ഉയിർപ്പിൻ്റെ ജീവൻ പ്രാപിച്ച് കർത്താവിനെ പോലെ ജീവിക്കണം. രണ്ടാമതായിട്ടുള്ളത് ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ആദ്യത്തേത് ലിവ് ബൈ ദ സ്പിരിറ്റ്, രണ്ടാമത്തേത് വാക്ക് ബൈ ദ സ്പിരിറ്റ്, അല്ലേ? അത് ഗലാത്യ ലേഖനം 5:24-25 ഉണ്ട്. അതുപോലെ 5:16 ഉണ്ട്. ഗലാത്യ ലേഖനം 5:16 ആദ്യം ഒന്ന് വായിച്ചേ. ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, അതൊരു കൽപ്പനയാണ്. അതെ, അത് കഴിഞ്ഞ് ഗലാത്യർ 5:24-25. ക്രിസ്തുയേശുവിലുള്ളവൻ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിലോ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യണം. ഇവിടെ മലയാളം ബൈബിളിൽ രണ്ടിടത്തും അനുസരിച്ച് നടക്കുക എന്നുള്ളത്. പക്ഷേ യവന ഭാഷയെ 2 വ്യത്യസ്ത വാക്കുകളാണ്. 5:16 നടക്കുക എന്നുള്ള സാധാരണ വാക്കാണ്. പക്ഷേ ഇവിടെ 5 അവസാനം 25 പറഞ്ഞിരിക്കുന്നത് ആത്മാവിനോട് ചേർന്ന് നടക്കുക എന്നുള്ളൊരു വാക്കാണ്. ഒരു വ്യത്യസ്തമായൊരു വാക്കാണ്. ആ വാക്ക് സാധാരണ ഉപയോഗിക്കുന്നത് ഈ സൈന്യങ്ങളുടെയൊക്കെ മാർച്ചിങ്ങിനുള്ളതാണ്. മാർച്ച് കണ്ടിട്ടില്ലേ? ഒരു 50 പേരുണ്ടെങ്കിൽ 50 പേര് ഒരേ സമയത്ത് ഇടത്തെ കാലെടുത്ത് വെക്കുന്നത്, അല്ലേ? എന്ന് പറഞ്ഞ പോലെ ആത്മാവ് ഇടത്തെ കാലെടുത്ത് വെക്കുമ്പോൾ ഞാനും എൻ്റെ ഇടത്തെ കാലെടുത്ത് വെക്കണം. ആത്മാവ് വലത്തെ കാല് വെക്കുമ്പം ഞാൻ ആത്മാവിനോട് ചേർന്ന് നടക്കുക എന്നുള്ളൊരർത്ഥമാണ്. രണ്ടും അനുസരണമാണ്, പക്ഷെ ചേർന്ന് നടക്കണം. നമ്മൾ ആത്മാവ് പറയുന്നത് പോലെ നടക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണിത്. ആത്മാവിനാൽ ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിൻ്റെ പ്രേരണകളെ അനുസരിച്ച് നടക്കണം. അവൻ എങ്ങോട്ട് നടത്തും? ആത്മാവിൻ്റെ ബലത്തിൻ്റെ വഴിയെ നടത്തും, ജഡത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് നടത്തത്തില്ല. അപ്പം നമ്മൾ ജഡത്തിൻ്റെ പ്രവൃത്തി ജീവിക്കുകയാണെങ്കിൽ മാർച്ച് തെറ്റിപ്പോയി, അത് ഇടത്തോട്ട് തിരിഞ്ഞ് മാർച്ചുകാരെല്ലാം പോയി, നമ്മൾ ഇങ്ങോട്ട് പോയി, അല്ലേ? NCCയുടെ ഒക്കെ കണ്ടിട്ടില്ലേ? ചിലർ അങ്ങോട്ട് പോയപ്പോൾ ഒരുത്തം മാത്രം അങ്ങോട്ട് പോകുന്നു. ജഡത്തിൻ്റെ പ്രവൃത്തി പോയെന്നവൻ അങ്ങനെ ഇരിക്കും. അപ്പോൾ ആത്മാവിനാൽ ജീവിക്കണം, ആത്മാവിനാൽ നടക്കണം. അവസാനത്തേത് ആത്മാവിനാൽ നയിക്കപ്പെടണം. റോമാലേഖനം 8:14 ലിവ് ബൈ ദ സ്പിരിറ്റ്, വാക്ക് ബൈ ദ സ്പിരിറ്റ്. മൂന്നാമത്തത് ലെഡ് ബൈ ദ സ്പിരിറ്റ്. റോമാലേഖനം 8:14 ദൈവാത്മാവ് നടത്തുന്ന ഏവനും ദൈവത്തിൻ്റെ മക്കളാവുന്ന. കർത്താവ് അവൻ്റെ ഗൈഡൻസ് തരും, അല്ലേ? ഈ പ്രോംപ്റ്റിങ്സ് പ്രാപിച്ച് പോകും തോറും നമ്മൾ അവൻ്റെ ദിശകളിലെല്ലാം പോകും. പലരുടെയും പ്രശ്നം ഈ പ്രോംപ്റ്റിങ്സ് ഒന്നും ദൈനംദിന ജീവിതത്തിലെ വിശുദ്ധീകരണത്തിലൊന്നും ഈ പ്രേരണകളൊന്നും നമ്മൾ സ്വീകരിക്കാറില്ല. വലിയൊരു വിഷയം വരുമ്പം ഈ ജോലി, കല്യാണം, ശുശ്രൂഷ, മറ്റേ പുറത്തു പോകുന്നു, അപ്പോൾ കർത്താവിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പ് വേണം. നടക്കത്തില്ല. ഇതിങ്ങനെ ക്രമേണ നടക്കില്ല. ആത്മാവിനാൽ ജീവിക്കണം, ആത്മാവിനാൽ നമ്മൾ അവനോട് അനുസരിച്ച് ചേർന്ന് നടക്കണം. പിന്നെയാണ് ആത്മാവിൻ്റെ ഗൈഡൻസ്. അത് നമ്മുടെ ജീവിതത്തിലും കടന്നു വരും. അത് നമ്മൾ നേരത്തെ കണ്ടു. ജഡത്തിൻ്റെ പ്രവർത്തികൾ വിട്ടുമാറി നമ്മളെ കർത്താവിൻ്റെ വഴിയെ നടത്തും. ശുശ്രൂഷയിലും നമ്മളത് പ്രാപിക്കും, അല്ലേ? കുറച്ച് വാക്യങ്ങൾ നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 8:29. ഇവിടെ എല്ലാം നമ്മൾ വായിക്കുന്ന വാക്യങ്ങളെല്ലാം ഓടിച്ചങ്ങ് വായിക്കാൻ പോവാണ്. എല്ലായിടത്തും പരിശുദ്ധാത്മാവ് സംസാരിച്ച കാര്യങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പൊതുവേ ഇത് വായിക്കാൻ പറ്റുന്നത് പരിശുദ്ധാത്മാവ് സംസാരിച്ചു എന്നുള്ളത്. അപ്പോസ്തല പ്രവൃത്തികൾ 8:29. ആണോ? പരിശുദ്ധാത്മാവ് അവനോട് പറഞ്ഞാണ് നീ പോയി നടക്കുക. അത് നിമിത്തം എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം, അല്ലേ? അപ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 10:19 പത്രോസ് അവിടെ ഇരിക്കുകയാണ്, വീടിൻ്റെ മുകൾ ഭാഗത്ത് ഇരിക്കുകയാണ്. അപ്പോൾ പത്രോസിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞതാണ്, വായിച്ചാട്ടെ. ചെല്ലുക. കണ്ടോ? അങ്ങനെയാണ് കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ അവൻ എത്തിച്ചേരുന്നത്, അല്ലേ? അതുപോലെ അപ്പോസ്തല പ്രവൃത്തികൾ 13:1-3 നമ്മൾ വായിക്കണമെന്നില്ല. ബർന്നബാസിനെയും പൗലോസിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ശുശ്രൂഷയിലേക്ക് അയക്കുക എന്ന് പരിശുദ്ധാത്മാവരോട് പറഞ്ഞു, അല്ലേ? അതുപോലെ 16:6-7 അപ്പോസ്തല പ്രവൃത്തികൾ 16:6-7. കണ്ടോ? അങ്ങോട്ടൊരു മീറ്റിങ്ങിനായിട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നപ്പോൾ അപ്പോസ്തലന്മാരോട് പറഞ്ഞു നിങ്ങളിപ്പോൾ അവിടോട്ട് പോകണ്ട. അടുത്ത വാക്യം. ആണോ? അപ്പൊ യേശുവിന്റെ ആത്മാവ് ചിലയിടത്തൊക്കെ പോകണ്ടെന്നും പറയും, ചില മീറ്റിങ്ങിനൊന്നും പോകാന്ന് മാത്രമല്ല പറയുന്നത്, അല്ലേ? അപ്പൊ ഇതാണ് ഗൈഡൻസ്, ഡിറക്ഷൻ എന്ന് പറയും, അല്ലേ? ദിശ പറഞ്ഞു തരിക, അല്ലേ? എങ്ങോട്ടൊക്കെ പോകണം, ഏതൊക്കെ മീറ്റിങ്ങിന് പോകണം, ഏതൊക്കെ പോകണ്ടെന്നുള്ളത് അതെല്ലാം നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ കാണുന്നുണ്ട്. അപ്പോൾ ലിവ് ബൈ ദ സ്പിരിറ്റ്, വാക്ക് ബൈ ദ സ്പിരിറ്റ്, ലെഡ് ബൈ ദ സ്പിരിറ്റ്. ആത്മാവിനാൽ ജീവിക്കണം, ആത്മാവിനാൽ നടക്കണം, ആത്മാവിനാൽ നയിക്കപ്പെടണം. ഇനി അവസാനമായിട്ട് ഇത് ഞാൻ ഓടിച്ച് പറയുന്നത് വാക്യങ്ങളും വായിക്കാൻ പോകുന്നില്ല, കാരണം ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ആത്മാവിനെതിരെ നമുക്ക് പ്രവർത്തിക്കാവുന്ന 5 പാപങ്ങൾ നമ്മൾ
പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട് അല്ലേ. അതിൽ ആദ്യത്തെ രണ്ടുമാണ് വിശ്വാസികൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത്. ബാക്കിയുള്ളതൊക്കെ പൊതുവെ അവിശ്വാസികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എന്നാലും പാപങ്ങൾ എന്നുള്ള രീതിയിൽ പറയുകയാണ്. ഒന്നാമത്തേത് ആത്മാവിനെ ദുഃഖിപ്പിക്കരുത് അല്ലേ. എഫീസ്യ ലേഖനം 4:30 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. ആത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളും ആത്മാവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചല്ല, നമ്മൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. നമ്മുടെ സഹോദര ബന്ധത്തിൽ നമ്മൾ കയ്പും വിദ്വേഷവും കോപവും ക്രോധവും ഒക്കെ വെച്ച് പുലർത്തുകയാണെങ്കിൽ ആത്മാവ് ദുഃഖിക്കും അല്ലേ. നമ്മൾ അന്യോന്യം സ്നേഹവും മനസ്സലിവും ദയവുള്ളവരായിരിക്കണം, അന്യോന്യം ക്ഷമിക്കുന്നവരായിരിക്കണം. അപ്പോൾ അത് നിങ്ങൾ ചിന്തിക്കണം. ഞാനും ആത്മാവുള്ള ബന്ധം, ഞാനും എൻ്റെ സഹോദരനുമായിട്ടുള്ള ബന്ധം കാരണം ചിലപ്പോൾ ദുഃഖിക്കും, പ്രയാസം വരും അല്ലേ. അതുകൊണ്ടാണ് സഹോദര ബന്ധം എപ്പോഴും സൂക്ഷിക്കണം. ആത്മാവെന്ന വ്യക്തിയെ നമ്മൾ ദുഃഖിപ്പിക്കരുത്. രണ്ടാമതായിട്ട് ആത്മാവിൻ്റെ പ്രേരണകളെ നമ്മൾ കെടുത്തിക്കളയരുത്. ആത്മാവിൻ്റെ പ്രവൃത്തികൾ ആണ് 1 തെസ്സലോനിയർ 5:19 മുതൽ 22. ആത്മാവിനെ കെടുത്തിക്കളയരുത്. അത് ആത്മാവെന്നുള്ള വ്യക്തിയുടെ കാര്യമല്ല. ആത്മാവ് പ്രേരണ നൽകുമ്പോൾ, ആത്മാവ് ചില വരങ്ങളൊക്കെ ഉപയോഗിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുമ്പോൾ നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞിങ്ങനെ മടിച്ചിരിക്കത്തില്ലേ, അത് കെടുത്തിക്കളയലാണ്. അവിടുത്തെ ആ പശ്ചാത്തലം പ്രവചന വരത്തെക്കുറിച്ചാണ് അല്ലേ. പ്രവചനങ്ങളെ നിങ്ങൾ തുച്ഛീകരിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആത്മാവ് പ്രേരണ നൽകുമ്പോൾ ഒരു സാക്ഷ്യം പറയാൻ നിങ്ങൾക്ക് പ്രേരണ, ഇപ്പോൾ വേണ്ട മിണ്ടായിരിക്കുക, അത് കെടുത്തിക്കളഞ്ഞ്. അതൊരു ചെറിയ കാര്യമായിരിക്കും, പക്ഷെ കെടുത്തിക്കളഞ്ഞു അല്ലേ. ആത്മാവെന്നുള്ള വ്യക്തിയെ ദുഃഖിപ്പിക്കരുത്, ആത്മാവിൻ്റെ പ്രവൃത്തികളെ കെടുത്തിക്കളയരുത്. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായത്തിൽ 3-ാമത്തെ പാവം ആത്മാവിനോട് കള്ളം പറയരുത്. അയ്യോ, അതൊക്കെ അനന്യാസും സഫേറയും ചെയ്ത, പക്ഷെ എന്തോ അവർ ചെയ്തേ, കപടഭക്തി കാണിച്ചു അല്ലേ. അവിടെ പൈസ കൊടുത്തതല്ല വിഷയം, പൈസ കൊടുക്കുന്നത് പോലെ നടിച്ചു. നമ്മളൊക്കെ സഭയിൽ ഭയങ്കര മിടുക്കന്മാരാണ് ഈ നടനത്തിൽ. ഈ നടനത്തെ പക്ഷേ എന്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ആത്മാവിനോട് കള്ളം പറയുകയാണ് അല്ലേ. നേരിട്ട് അവർ ആത്മാവിനോട് കള്ളം പറഞ്ഞോ? ഇല്ല, അവർ സഭയെ വന്ന് നടിച്ചു, ഞങ്ങൾ വലിയ ഭക്തന്മാരാണ്. അപ്പോൾ സഭയുടെ നാഥൻ കർത്താവാണ്, പക്ഷേ സഭയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന പരിശുദ്ധാത്മാവ് അവിടെ ഇരിപ്പുണ്ട്. നമ്മൾ ഈ സഭയെ കാണിക്കുന്ന കോപ്രായൊക്കെ അവിടെ ഒരാളിരുന്ന് കാണുമെന്ന് ഓർക്കണം അല്ലേ. 2-3 പേർ കൂടുമ്പോൾ ഞാൻ അവിടെ നടുവിലുണ്ടെന്ന് പറഞ്ഞാൽ ആത്മാവിലൂടെയാണ് കർത്താവ് ഉള്ളത്. പരിശുദ്ധാത്മാവ് സഭയിലിരിക്കുമ്പോഴാണ് നമ്മൾ ഈ നടനം, കാപട്യം, കളങ്കം എല്ലാം കാണിക്കുന്നത്. അപ്പോൾ എന്താണ്, കർത്താവിനോട് അല്ലെങ്കിൽ ആത്മാവിനോട് നമ്മൾ കള്ളം പറയുകയാണ്. അന്നത്തെ സഭ വലിയ വിശുദ്ധ സഭയായതുകൊണ്ട് അപ്പം തന്നെ രണ്ടും മരിച്ച് പുറത്തായി. ഇന്നത്തെ സഭ നമ്മളൊക്കെ ആയതുകൊണ്ട് ആരും മരിക്കുന്നില്ല അല്ലേ. വല്ല വിശുദ്ധം വന്നാൽ ചിലപ്പോൾ മരിച്ചു പോകും. എന്തോ സഭ ഇത് ദൈവമേ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആത്മാവിനോട് നമ്മൾ കള്ളം പറയുന്നത് എങ്ങനെ, കപടഭക്തി ഒഴിവാക്കണം, ഹിപ്പോക്രസി അല്ലേ. പിന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 7:51 മുതൽ 53 സ്തെഫാനോസിൻ്റെ പ്രസംഗത്തെ നമ്മൾ വായിക്കുന്നുണ്ട്. ആത്മാവിനെ അവർ എതിർത്തു, റെസിസ്റ്റ് ചെയ്തു അല്ലേ. ആത്മാവ് അവരുടെ ജീവിതത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ശുശ്രൂഷകൾ അവർ എതിർത്തു. മാനസാന്തരത്തിന് വിളിക്കുമ്പോൾ പോന്ന് പറയും അല്ലേ. അവർ ദേവർ സ്റ്റിഫ് നെക്ക്, അതായത് ഈ നുഖത്തിൻ്റെ കീഴിൽ കുനിഞ്ഞു കൊടുക്കാൻ പറ്റാത്ത എന്താ പറയുക, കഴുത്ത് എന്ന് പറഞ്ഞാൽ വിധേയത്വമില്ല എന്നാണ് എൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ കർത്താവിൻ്റെ പ്രേരണകളോട് വിധേയത്വമില്ലാതിരുന്നാൽ അത് നമ്മൾ ആത്മാവിനെ എതിർക്കുന്നതിനാണ്. പിന്നെ അവസാനത്തെ പാവം എല്ലാവർക്കും അറിയാമല്ലോ, എന്താണ്, പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുക, ബ്ലാസ്ഫീമിങ് ദ ഹോളി സ്പിരിറ്റ് അല്ലേ. അതെപ്പോഴായിരുന്നു, യേശുക്രിസ്തു അവിടെ സൗഖ്യം ചെയ്തപ്പോൾ ഇവർ വന്ന് പറഞ്ഞു അത് പിശാചിൻ്റെ ശക്തിയാലാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കയറി പിശാചെന്ന് വിളിച്ചു അല്ലേ. അപ്പോൾ അത് കർത്താവ് തന്നെ പറയുകയാണ്, നിങ്ങൾ ദൈവപുത്രൻ അല്ല മനുഷ്യപുത്രനെ കുറിച്ച് എന്ത് പറഞ്ഞാലും അത് ക്ഷമിക്കപ്പെടും. യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടും. യേശു എന്ന് പറഞ്ഞാൽ ത്രിയേക ദൈവത്തിലെ രണ്ടാമൻ്റെ കാര്യമല്ല. നസ്രയനായ യേശുവിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും ക്ഷമിക്കപ്പെടും അല്ലേ. പൗലോസ് പോലും നസ്രയനായ യേശുവിനെ എതിർത്തവനാണ്. പലതും പറഞ്ഞുകൊണ്ടാണ് ഇയാളൊക്കെ ഇപ്പം ഞാൻ കൊല്ലും, ഇവൻ്റെ അനുയായികളെയൊക്കെ കൊല്ലും, പക്ഷെ ക്ഷമിച്ചു കർത്താവ് അല്ലേ. പക്ഷേ പരിശുദ്ധാത്മാവിനെതിരെ പറഞ്ഞാൽ അത് ക്ഷമിക്കത്തില്ല. അപ്പോൾ നമ്മൾ ചിലരുണ്ട് ഈ ആത്മാവിൻ്റെ ചില പ്രവൃത്തികളൊക്കെ ഏതൊക്കെ എന്തോന്ന് കോപ്രായം എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയും, സൂക്ഷിക്കണം. അത് ചിലപ്പോൾ പരിശുദ്ധാത്മാവായിരിക്കും അല്ലേ, ആത്മാവിൻ്റെ പ്രവൃത്തികൾ. അപ്പോൾ അത് കാണിക്കുന്നത് കർത്താവ് എത്ര അധികം ആത്മാവിനെ ബഹുമാനിച്ചു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതൊരു വലിയ വാണിംഗാണ്. അപ്പോൾ ഇതാണ് 5 പാപങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടത് അല്ലേ. ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്, ആത്മാവിനെ കെടുത്തരുത്, ആത്മാവിനോട് നമ്മൾ കപടത കാണിക്കരുത്, ആത്മാവിനെ എതിർക്കരുത്, ആത്മാവിനെ ദുഷിക്കരുത് അല്ലേ. അപ്പോൾ അവസാനിപ്പിക്കാം. അപ്പോൾ അവസാനത്തെ ചോദ്യം നമ്മുടെ അപ്പോസ്തലൻ ചോദിച്ചതുപോലെ, നിങ്ങളെല്ലാവരും വിശ്വസിച്ചപ്പോൾ ആത്മാവിനെ പ്രാപിച്ചുവോ അല്ലേ. അപ്പോൾ നിങ്ങൾ എത്ര പേര് പ്രാപിച്ചവരാണ്, പ്രാപിച്ചവരല്ലാത്തതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പ്രാപിക്കണേ എന്ത് ചെയ്യണം, എങ്ങനെ ആത്മവരം അല്ലെങ്കിൽ ആത്മസ്നാനം പ്രാപിക്കാൻ പറ്റും? എന്താ പത്രോസ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ നാമത്തിൽ
സ്നാനപ്പെട്ട് അവനെ വിശ്വസിക്കുന്നവർക്കൊക്കെ ഈ ദാനമുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് ജലസ്നാനം എടുത്തവരാണെങ്കിൽ പ്രാർത്ഥിക്കുക അല്ലേ? പക്ഷെ എങ്ങനെ പ്രാർത്ഥിക്കണം? ലൂക്കോസ് 11 കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. നിൻ്റെ സുഹൃത്തിന് ഭക്ഷണം തേടാൻ വേണ്ടി നീ പോയി നിൻ്റെ അയൽക്കാരൻ്റെ കതവടിച്ച് പൊളിക്കുന്ന പോലെ അല്ലേ? നിങ്ങൾ ശക്തമായിട്ട് യാചിക്കണം, വിശപ്പോടെ, അല്ലെങ്കിൽ യോഹന്നാൻ 7 ഭാഷയിൽ ദാഹത്തോടെ കടന്നു വരണം അല്ലേ? തീക്ഷ്ണമായ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നവർക്കേ ഇത് ലഭിക്കത്തുള്ളൂ. അല്ലാതെ കിട്ടിയാൽ കൊള്ളാം എന്ന് പ്രാർത്ഥിക്കുന്ന ഈ ഉഴപ്പം പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകുകയില്ല. ഇനി കിട്ടിയവരെന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? കിട്ടിയവർ ഇത് പുതുക്കണം, എന്നും ഇതിൻ്റെ നിറവിൽ നടക്കണം. കിട്ടാത്ത സഹോദരങ്ങളുണ്ടെങ്കിൽ അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കണം അല്ലേ? ഈ കൈവപ്പ് ശുശ്രൂഷ ചിലർ പറയും അപ്പോസ്തലന്മാർക്ക് മാത്രമേ ഉള്ളൂ. ശമരിയയിലും അപ്പോസ്തല പ്രവർത്തിക്കോ 19 അപ്പോസ്തലനാണ് തലയിൽ കൈവച്ചത്. പക്ഷെ അവർ വിട്ടുപോകുന്ന ഒന്നുണ്ട്. പൗലോസിൻ്റെ തലയിൽ ആരാ കൈവച്ച്? അനന്യാസ് അല്ലേ? സാധാരണ ഒരു സഹോദരൻ. അപ്പോൾ കൈവപ്പ് ശുശ്രൂഷ നമുക്ക് എല്ലാവർക്കും പറഞ്ഞുകൊണ്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും കൈവച്ച് പ്രാർത്ഥിക്കാം. തിമോത്തിയോസിൻ്റെ കാര്യമുണ്ട്. അവന് മൂപ്പന്മാർ തലയിൽ കൈവച്ചപ്പോൾ എന്നാണ് തിമോത്തിയോസിൽ പറഞ്ഞിരിക്കുന്നത്. അതൊന്നും വായിക്കാനുള്ള സമയമില്ല, അതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആത്മസ്നാനം ലഭിച്ചിട്ടില്ലാത്തവർ പ്രാർത്ഥിക്കുക ഇത് ലഭിക്കാനായിട്ട്. ലഭിച്ചവർ ഇതിനെ പുതുക്കുക, അതിനെ ജ്വലിപ്പിക്കുക, എന്നിട്ട് ഈ ആത്മനിറവിൽ ജീവിക്കാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവ്, ഞങ്ങൾ ഒരുപാട് കാര്യം ധ്യാനിച്ചു കർത്താവെ. രത്നചുരുക്കത്തിൽ കർത്താവെ നീ ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആത്മാവില്ലാതെ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് കർത്താവെ ആത്മനിറവിൽ ജീവിപ്പാൻ ഞങ്ങളെ തന്നെ നിൻ്റെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കടന്നു വന്നിരിക്കുന്ന ജനത്തെ നിൻ്റെ കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും കർത്താവെ ആത്മനിറവ് പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആത്മനിറവ് പ്രാപിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവെ ആത്മനിറവ് പ്രാപിച്ചവരായ സഹോദരങ്ങൾ ആത്മനിറവിൽ കർത്താവെ പൂർണ്ണ ബോധ്യത്തോടെ ഉറപ്പോടെ ജീവിക്കുവാൻ കർത്താവെ അവരെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലക്ഷ്യബോധത്തോടെ കർത്താവെ, ആഗ്രഹത്തോടെ കർത്താവെ ആത്മനിറവിൽ തന്നെ ജീവിപ്പാൻ, ശ്രദ്ധയുള്ളവരായിരിക്കാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളേവരും കർത്താവെ ആത്മാവിനാൽ നിറഞ്ഞ ആത്മസന്തോഷത്തിൽ, രക്ഷയുടെ ഉറപ്പിൽ, കർത്താവെ ഒരു അടുത്ത ബന്ധത്തിൽ കർത്താവെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ജീവിതം നയിക്കുവാനും കർത്താവിൽ വസിക്കുവാനും വിശ്രമിക്കുവാനും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ശുശ്രൂഷകളെ കർത്താവെ ആത്മനിറവിനാൽ നിറയ്ക്കണമേ കർത്താവെ. ആത്മാവിൻ്റെ ശക്തിയുടെ പ്രദർശനമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് സ്വമേധ ചെയ്തെടുക്കുവാൻ കഴിയാത്തത് ആത്മാവിൻ്റെ നിറവിൽ ചെയ്തെടുക്കുവാൻ ഞങ്ങളെ നീ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കർത്താവെ അഴൂറുള്ള കർത്താവ് ഞങ്ങളുടെ ശുശ്രൂഷയിൽ ആത്മനിറവിൻ്റെ കർത്താവെ പ്രദർശനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശക്തമായിട്ട് കർത്താവെ കൃപാവരങ്ങൾ വിളങ്ങുവാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കെല്ലാം നൽകിയിരിക്കുന്ന കൃപാവരങ്ങൾ കർത്താവെ വിളങ്ങിക്കൊണ്ട് കർത്താവെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വകരമായ ഒരു ശുശ്രൂഷ അവിടെ കാഴ്ചവെക്കുവാൻ, ഞങ്ങൾക്ക് അവിടെ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉയരത്തിലെ ശക്തിയും ബലവും ഞങ്ങൾക്ക് പകർന്നു നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം കർത്താവെ. ഈ ധ്യാനം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ശക്തമായ രൂപാന്തരം ഉളവാക്കണമേ കർത്താവെ. ആത്മാവിന് വേണ്ടിയിട്ടുള്ള വലിയ ദാഹം എപ്പോഴും ഞങ്ങളുടെ ഉള്ളത്തിൽ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ പുതുക്കത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.